മറവ് ചെയ്തു. സൂറത്തുൽ ആദിയാത്താണ് അടുത്ത സൂറത്ത്. ഇതും ഹിജറക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആദിയ വാക്കിന്റെ അർത്ഥം ഓടുന്നവ എന്നാണ്. ആദിയ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു ചെയ്യുന്നത് കുറെ സത്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മനുഷ്യനെ പറ്റി ഒരു പൊതു വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്നു. അതാണ് സൂറത്തിന്റെ ആശയത. വാക്കിന്റെ അർത്ഥം ഓടുന്നവ എന്നേ ഉള്ളൂ എങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓടുന്ന കുതിരകൾ എന്നാണ് തഫ്സീറുകളിൽ പൊതുവെ പറഞ്ഞു കാണുന്നത്. ഓടുന്ന കുതിരകളെ പറ്റി. അപ്പോ ഈ സൂറത്തിന്റെ പേര് യഥാർത്ഥത്തിൽ കുതിരകൾ, ഓടുന്ന കുതിരകൾ എന്നായി വരും. ഇപ്പൊ കുതിരകൾ എന്നാണ് ഇപ്പോ നേർക്ക് നേരെ പറഞ്ഞുകൂടാ. ഉദ്ദേശിക്കുന്ന അർത്ഥം ഓടുന്നവ എന്നാണ് പദത്തിന്റെ അർത്ഥം. ആ ഓടുന്നവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുതിരകളെയാണ്, പടക്കുതിരകളെ, യുദ്ധക്കുതിരകളെ. അതുകൊണ്ട് അതിന്റെ സൂറത്തിന്റെ ആശയം പേര് കുതിരകൾ എന്നായി വരും. എന്താ ചെയ്യുന്നത് അറിയും? സത്യങ്ങളാണ്. വൽ ആദിയാത്തി ബുഹൻ, വൽ ആദിയാത്തി, വൽ അസ്ർ എന്ന് മുമ്പ് പറഞ്ഞ പോലെയാണ് ഇവിടെ വൽ ആദിയാത്തി എന്ന് പറയുന്നത്. സത്യം ചെയ്യുകയാണ്. ഓടുന്നവ തന്നെയാണ് സത്യം. ലബുഹൻ, ലബുഹൻ എന്ന് പറഞ്ഞാല് കിതപ്പാണ്. ലബുഹൻ കിതച്ചുകൊണ്ട് ഓടുന്നവ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്ത് കദ്ഹൻ, മൂരിയാത്ത് എന്ന് പറഞ്ഞാല് കത്തിക്കുന്നവ എന്നാണ്. തീ പറത്തുന്നവ, കത്തിക്കുന്നവ. ഫൽ മൂരിയാത്ത്, അങ്ങനെ കത്തിക്കുന്നവ തന്നെയാണ് സത്യം, പറത്തുന്നവ തന്നെയാണ് സത്യം, തീ പറത്തുന്നവ തന്നെയാണ് സത്യം. എങ്ങനെ തീ പറത്തുന്നു? കദ്ഹൻ, ഉരച്ചിട്ട് തീ പറത്തുന്നവ തന്നെയാണ് സത്യം. ഫൽ മോയിറാത്ത്, മോയിറാത്ത് ആക്രമിക്കുന്നവയാണ്. അങ്ങനെ ആക്രമിക്കുന്നവ തന്നെയാണ് സത്യം. സുബഹൻ, സുബഹിന്റെ നേരത്ത്, പ്രഭാതത്തില്. അങ്ങനെ അസർണ, അവ പരത്തുന്നു. ബിഹി, ആ സ്ഥലത്ത് നിൽക്കാൻ പൊടിപടലങ്ങൾ, അങ്ങനെ പൊടിപടലങ്ങൾ പരത്തുകയും ചെയ്യുന്നു. അപ്പൊ വസത്തിന് ബിഹി ജമ്മ, അങ്ങനെ ഒരു സംഘത്തിന്റെ മധ്യത്തിലെത്തിപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉള്ള ഈ പറഞ്ഞ വിശേഷണങ്ങളുള്ള കുതിരകൾ തന്നെയാണ് സത്യം. ഇതിപ്പോ കുതിരകൾ എന്ന് പറയാൻ കാരണം ഖുർആൻ പറഞ്ഞത് ഓടുന്നവ, ആക്രമിക്കുന്നവ, പൊടി പറത്തുന്നവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ വർണ്ണന ഉണ്ടല്ലോ, എന്താണ് ആ വർണ്ണന? കിതച്ചുകൊണ്ട് ഓടുക. എന്നിട്ട് ഓടുമ്പോ ഓട്ടത്തിന്റെ ഊക്കില് ഉരസിയിട്ട് തീ പറത്തുക. എന്നിട്ട് പ്രഭാത സമയത്ത് പോയിട്ട് ആക്രമിക്കുക. എന്നിട്ട് ആ അക്രമം നടക്കുന്ന സ്ഥലത്ത് ആകെ കൂടി അതിന്റെ രൂക്ഷത കൊണ്ട് പൊടി പറത്തുക, പൊടിപടലങ്ങൾ പരക്കുക. അങ്ങനെ സംഘത്തിന്റെ ഒരു വിഭാഗം ആളുകളുടെ നടുക്ക് വരെ എത്തിച്ചെല്ലുക, മധ്യത്തിൽ വരെ എത്തിച്ചെല്ലുക എന്നൊക്കെയുള്ള ഈ വർണ്ണന കേൾക്കുമ്പോൾ കുതിരകൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ തന്നെ ഏതോ ഒരു യുദ്ധരംഗമാണ് അതിന്റെ ചിത്രത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് മുഫസ്സിറുകളൊക്കെ ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് കുതിരകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അർത്ഥം പറയാൻ കാരണം. അപ്പൊ എന്താ പറയുന്നത്? ഒരു പറ്റം യുദ്ധക്കുതിരകളെ, പടക്കുതിരകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ആ കുതിരകൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു താഴെ ഒന്ന് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി ചെയ്തു. ഇനി ആ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഒന്നുകൂടി നോക്കാം. ആദിയാത്താണ് ഒരു വാക്കുള്ളത്. അതാ എഴുതു എന്നൊക്കെ പറഞ്ഞാല് ഓടി എന്നാ വാക്കിനർത്ഥം വരാം. ലബുഹാണ്. ലബുഹ് എന്ന് പറഞ്ഞാൽ കിതപ്പാണ്, കിതക്കുക. ഔറ യൂരി എന്നാണ് വേറൊരു വാക്കുള്ളത്. ഔറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തീ കത്തിച്ചു കാണുന്നത്. ഖുർആൻ തന്നെ അത് വേറെ സ്ഥലത്ത് ഉപയോഗിച്ച് കാണാം. അഫ്രൈത്തമിൽ നാറിലെത്തി തൂറൂൻ, നിങ്ങൾ കത്തിക്കുന്ന തീയിനെ പറ്റി നിങ്ങൾ നോക്കിയിട്ടില്ലേ? ആൻസും മൻസത്തും അസ്റ്റാറഹ എന്നാണ് എന്റെ ഓർമ്മ. നിങ്ങളാണോ അതിന്റെ വൃക്ഷങ്ങൾ ഉണ്ടാക്കിയത്? ആ തീ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണോ അതോ നാമാണോ സൃഷ്ടിച്ചു തന്നത് എന്ന് പറഞ്ഞ് ഖുർആൻ സംസാരിക്കുന്നുണ്ട്. തീ ഉണ്ടാക്കാൻ കാരണക്കാരോ സാധനങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളാണോ അതോ ഈ ദുനിയാവിൽ ആ സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് ഞാനല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. ഔറാവിരി. ഇപ്പൊ മൂരിയാത്ത് എന്ന് പറഞ്ഞാൽ തീ കത്തിക്കുന്നവ, തീ പറത്തുന്നവ എന്നാണ് അർത്ഥം. കദ്ഹ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങൾ പരസ്പരം ഉരക്കാൻ വെക്കുക. ഇപ്പൊ ഉരസി തീ പറത്തുക എന്ന് പറഞ്ഞാല് കുതിരകൾ എങ്ങനെയാണ് ഉരസി തീ പറത്തുക? അത് ഓടുന്ന ഓട്ടത്തില് കുളമ്പുകള് വഴിയിലുള്ള കല്ലുകളിലും മറ്റും തട്ടിയിട്ട് ഉരസിയിട്ട് ആ ഓട്ടത്തിന്റെ വേഗതയും ഇവയുടെ ശക്തിയും കൂടി ആയതുകൊണ്ട് തീ പറക്കുന്നുണ്ട്. അത്ര ശക്തിയിലും അത്ര വേഗതയിലുമാണ് ഇവ ഓടുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്തരം പ്രയോഗങ്ങളൊക്കെ അറബി ഭാഷയിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ അർത്ഥം പറയുന്നത്. കുതിരകള് അതിന്റെ കിതച്ചാണ് അവ ഓടുന്നത്. ഓടുന്ന ഓട്ടത്തില് അവയുടെ കുളമ്പുകള് കല്ലിൽ തട്ടി ഉരസിയിട്ട്
തീ പറക്കുന്നുണ്ട്, ആ അത്തരം വേഗതയിലാണ് അവ ഓടുന്നത്. അങ്ങനെ ഉരച്ച് തീ പറക്കുന്നതിനാണ് സത്യം. പിന്നെ മുഗീറാത്ത് ആക്രമിക്കാന്നാണ്. ഒരു ആക്രമണമാണ്. മുഗീറാത്ത് ആക്രമിക്കുന്നവ, ആ കുതിരകൾ ആക്രമിക്കുന്നവയാണ്. സുബഹിന്റെ സമയത്ത്, പ്രഭാത സമയത്ത് ആക്രമിക്കുന്നവൻ തന്നെയാണ് സത്യം. അപ്പൊ ഇങ്ങനെ ഓടി അത് ശീഘ്രം ഓടിപ്പോയിട്ട് അവ അന്ന് സുബഹിന്റെ നേരത്ത് തന്നെ, പ്രഭാതത്തിൽ തന്നെ പോയിട്ട് ശത്രുക്കളെ പോയി ആക്രമിക്കുന്നു. എന്നിട്ട് അക്രമത്തിനെ പറ്റി പറയുന്നു. അപ്പൊ അസാറ എന്ന് പറഞ്ഞാൽ പൊടി വരത്തിന്ന, പൊടിപടലങ്ങൾ പരത്തുക. അസർന അവ, ആ കുതിരകൾ പൊടി പറത്തുന്നു. ആ വാക്ക് പറഞ്ഞാൽ തന്നെ പൊടി പറത്തുന്ന അർത്ഥം കിട്ടാറുണ്ട്. അസാറ പറത്തുന്നു. ബിഹി അവിടെ, ആ സ്ഥലത്ത്. നെക്ക് പൊടിപടലങ്ങൾ. നെക്ക് അസർന ബിഹി നെക്കൻ, അവിടെ എന്നാണ് ബിഹിക്ക് അർത്ഥം വരിക. അതുകൊണ്ട് എന്നല്ല, ആ സ്ഥലത്ത്, ആ യുദ്ധസ്ഥലത്ത് അവ പരത്തുന്നു. നെക്കൻ പൊടിപടലങ്ങൾ പരത്തുകയും ചെയ്യുന്നു. അവ പൊടിപടലങ്ങൾ പരത്തുന്നു എന്ന് പറഞ്ഞാല് യുദ്ധം അത് ഘോരമായി നടക്കുന്നത് കൊണ്ട്, ആക്രമണം വളരെ ശക്തിയായി നടക്കുന്നത് കൊണ്ട് ആ യുദ്ധക്കളമാകെ ആർക്കും കാണാൻ പറ്റാത്ത വിധത്തിൽ പൊടി പറന്ന് കളിക്കുകയാണ്. അപ്പൊ ഈ കുതിരകൾ അതിനുമാത്രം ശക്തവാന്മാരായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ വസ്തു മധ്യം, വസത്ത എന്ന് പറഞ്ഞാൽ മധ്യത്തിലാവുക, മധ്യത്തിലെത്തിപ്പെടുക എന്നാണ്. വസത്തിനായി കുതിരകൾ മധ്യത്തിലെത്തിപ്പെടുന്നു. ബിഹി അതിന്റെ, ജമ്മൻ ആ ജമ്മിന്റെ, ആ സമൂഹത്തിന്റെ മധ്യത്തിലെത്തിപ്പെടുന്നു. ഒരു വിഭാഗത്തിന്റെ ഒരു സമൂഹം, ഒരു സംഘത്തിന്റെ മധ്യത്തിലെത്തിപ്പെടുകയും ശത്രു സംഘത്തിന്റെ മധ്യത്തിലേക്ക് തുളച്ചു കയറിയിട്ട് അതിന്റെ ഉൾഭാഗത്ത് വരെ എത്തിപ്പെടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ തരത്തിൽപ്പെട്ട കുതിരകൾ തന്നെയാണ് സത്യം. ഇതിനു മുമ്പ് സൂറത്തുൽ അസ്ർ പറയുമ്പോൾ പറഞ്ഞു, സത്യം ചെയ്ത് പറയാന്നുള്ളത് മനുഷ്യ സഹജായ സ്വഭാവമാണ്. സാധാരണ മനുഷ്യന്മാർ ചെയ്യൽ. പറയാൻ പോകുന്ന കാര്യം ദൃഢപ്പെടുത്താനും അതിന്റെ ഉറപ്പ് കാണിക്കാനാണ് സാധാരണ നമ്മളൊക്കെ സത്യം ചെയ്യുക. നമുക്ക് സത്യം ചെയ്യാനുള്ളത് നമ്മളെക്കാളും വലിയവൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിനെ പിടിച്ച് മാത്രമാണ് സത്യം ചെയ്യാറുള്ളത്. അള്ളാഹുവിനെക്കാളും വലിയ ഒന്നിനെ പിടിച്ച് സത്യം ചെയ്യാല്ലാത്തതുകൊണ്ട് അള്ളാഹു ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട പലതിനെയും പിടിച്ചാണ് സത്യം ചെയ്യുക. കാലത്തെ പിടിച്ച് സത്യം ചെയ്തു. ഇവിടെ അള്ളാഹു സത്യം ചെയ്യുന്നത് യുദ്ധക്കുതിരകളെ പിടിച്ചുകൊണ്ടാണ്. പടക്കുതിരകളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തു. എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇന്നൽ ഇൻസാനിൽ റബ്ബിഹില്ല കനൂദ് എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഇത് പറയാനുള്ളത്. അത് പറയുന്നതിന് മുമ്പ് യുദ്ധക്കുതിരകളെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ ഈ ആദ്യത്തെ ഇത്രയും ആയത്തുകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ചുരുങ്ങിയത് പദങ്ങൾ ഇനി പോകാൻ മറന്നുപോയാലും വസത്തിനബിഹി ജംആ വരെയുള്ള ഭാഗങ്ങളിൽ അള്ളാഹു കുതിരകളുടെ വർണ്ണന പറഞ്ഞ് ആ യുദ്ധക്കുതിരകളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ് എന്നെങ്കിലും ഓർമ്മിക്കാൻ സാധിക്കുക. അതിൽ വേറെ ഓർമ്മിക്കാൻ സാധിക്കും. ഇപ്പൊ ആദിയാത്ത് എന്ന് പറഞ്ഞാൽ ഓടുന്നവ, ലബ്ഹ് കിതച്ചുകൊണ്ട്, അപ്പൊ കിതച്ചുകൊണ്ട് ഓടുന്നവയ തന്നെയാണ് സത്യം. ഫൽ മൂരിയാത്തി ഖദ്ഹ, തീ പറത്തുന്നത് തന്നെയാണ് സത്യം. ഫൽ മുഗീറാത്തി സുബ്ഹ, പ്രഭാതത്തിൽ ആക്രമിക്കുന്നവ തന്നെയാണ് സത്യം. ഫഅസർന ബിഹി നഖ്വ, അങ്ങനെ അവിടെ പൊടി പറത്തുന്നവ തന്നെയാണ് സത്യം. ഫവസത്ന ബിഹി ജമ്മ, അങ്ങനെ ശത്രു സംഘത്തിന്റെ മധ്യത്തിൽ കയറി ചെല്ലുന്ന കുതിരകൾ തന്നെയാണ് സത്യം. സത്യം എന്താ പറയാനുള്ളത്? ഇന്നൽ ഇൻസാൻ ലി റബ്ബിഹി ലകനൂദ്, ഇൻസാൻ മനുഷ്യൻ, റബ്ബ് അറിയാം സൃഷ്ടികർത്താവ്. ലകനൂദ് രണ്ട് വാക്കുകളാണ്. ല വേറൊരു വാക്കും കനൂദ് എന്ന് വേറൊരു വാക്കും. ലകനൂദ് ഒന്നായിട്ടില്ല. ല എന്ന വാക്ക് സത്യത്തിന്റെ കൂടെ ഉറപ്പായി തന്നെ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ല എന്ന് പറഞ്ഞ അക്ഷരം. അപ്പൊ ലകനൂദ് എന്നിട്ട് ഒന്നായിട്ടൊരു വാക്കല്ല. കനൂദ് ഒരു വാക്ക്, ല വേറൊരു വാക്ക്. അപ്പൊ കനൂദ് എന്ന് പറഞ്ഞാൽ കനൂദ് തന്നെയാണെന്ന അർത്ഥം വരിക. കനൂദ് എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവൻ എന്ന വാക്കിന്റെ അർത്ഥം. കനൂദ്. കാഫിർ എന്ന വാക്കിന്റെ അർത്ഥം, അവിശ്വാസി എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്ന കാഫിർ എന്ന വാക്കിന് ശരിക്കും അറബി ഭാഷയിലുള്ള അർത്ഥം നന്ദി കെട്ടവൻ എന്നാണ്. കാരണം വിശ്വാസി എന്നുള്ള പ്രയോഗം വരുന്നത് ഇസ്ലാം വന്നതിന്റെ ശേഷമല്ലേ. അതിനു മുമ്പും അറബികൾ കാഫിർ എന്ന് ഉപയോഗിക്കലില്ലല്ലോ. അന്ന് കാഫിർ എന്ന് പറഞ്ഞാൽ എന്താ, വിശ്വാസി ആ പ്രശ്നമില്ലല്ലോ. അന്ന് ഭാഷയിൽ കാഫിർ എന്ന് പറഞ്ഞാൽ ഷാക്കിർ നന്ദി കാണിക്കുന്നവൻ, ശുക്ർ ഷാക്കിർ, അതിന്റെ വിപരീതം കാഫിർ നന്ദി കെട്ടവൻ എന്നാണ് ഉപയോഗിക്കാറ്. അപ്പൊ നന്ദി കെട്ടവൻ എന്ന അർത്ഥം ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് ഖുർആനിലുള്ളത് കനൂദ്, നന്ദി കെട്ടവൻ, നന്ദിയില്ലാത്തവൻ. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ, ലി റബ്ബിഹി അവന്റെ രക്ഷിതാവിനോട്,
അവന്റെ രക്ഷിതാവിനോട് ലകനൂദുൻ നന്ദി കെട്ടവൻ തന്നെയാണ്. തീർച്ചയായും എന്തുറപ്പിച്ചിട്ടാ പറയോ, ഇന്ന തീർച്ചയായും അൽ ഇൻസാൻ മനുഷ്യൻ ലി റബ്ബി അവന്റെ രക്ഷിതാവിനോട് ലകനൂദുൻ നന്ദി കെട്ടവൻ തന്നെയാണ്. ഈ പടക്കുതിരകളാണ് സത്യം. മനുഷ്യര് നിങ്ങളൊക്കെ നന്ദി കെട്ട വർഗമാണ്. ഖുർആന് പറയാനുള്ളതാണ്. മനുഷ്യരെ പറ്റി ഖുർആൻ ഇങ്ങനെ മനുഷ്യന്റെ പൊതു സ്വഭാവങ്ങളെ പറ്റി വിലയിരുത്തുന്ന കുറെ ആയത്തുകൾ ഖുർആനിൽ കാണാം. ആ വചനങ്ങളെ കൂട്ടത്തിൽ പെട്ടു നമുക്ക് സഹിക്കണില്ല. അല്ലെന്താപ്പോ നമ്മളൊന്നായിട്ട് ഇങ്ങനെ അടച്ചിങ്ങനെ നന്ദി കെട്ടവൻ എന്ന് വിളിക്കുന്നത്? അത് മനുഷ്യന്റെ പ്രകൃതി പറയാണ് ഖുർആൻ. അതിന് അള്ളാഹു ചെയ്തൊരു പണി നോക്കൂ. നമ്മളെ മാനസികാവസ്ഥ മനസ്സിലാക്കി പറയുന്ന മാതിരി ഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും അവൻ തന്നെ അതിന് തെളിവാണ്, സാക്ഷിയാണ്. നമ്മൾ നന്ദി കെട്ടവനാണോ? നമ്മളെപ്പറ്റി നന്ദി കെട്ടവൻ എന്ന് പറയാൻ പറ്റുമെന്നല്ലേ നമ്മളെ വികാരം? അതിന് അള്ളാഹ് തന്നെ മറുപടി പറയുന്നു, ഇന്നഹു തീർച്ചയായും അവൻ തന്നെ അലാ ദാലിക അതിന് ഇപ്പറഞ്ഞ കാര്യത്തിന് ലശഹീദ് ഷഹീദ് തന്നെയാവുന്നു, സാക്ഷിയാവുന്നു. സാക്ഷി ഷഹീദ് രക്തസാക്ഷി എന്ന് പറയും. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളാവുമ്പോ സാധാരണ ഷഹീദ് എന്ന് പറഞ്ഞാൽ ഷാഹിദ് എന്നുള്ള അർത്ഥമുള്ളൂ. സാക്ഷി അവൻ തന്നെ അതിന് സാക്ഷിയാണ്. അതായത് മനുഷ്യരൊന്നായിട്ട് രക്ഷകർത്ത അള്ളാഹിനോട് നന്ദികേട് കാണിക്കുന്നവനാണെന്ന് പറയുമ്പോ എന്താ പടച്ചോനെ ഇങ്ങനെ പറയുന്നത് എന്നൊരു നമുക്ക് മനസ്സിന് തോന്നാം. അള്ളാഹു അതിന് തന്നെ അർത്ഥം പറയുന്നു, നിങ്ങളൊക്കെ തന്നെ അതിന് സാക്ഷികളാണോ, വെറുതെ കൂടുതൽ ഇങ്ങോട്ട് ചിന്തിക്കേണ്ടയില്ല. അപ്പൊ തീർച്ചയായും മനുഷ്യൻ നന്ദി കെട്ടവനാണ്, അവൻ തന്നെ അതിന് സാക്ഷിയുമാണ്. വൈന്നഹു, ഇനി മനുഷ്യനെ പറ്റി വേറെ പ്രസ്താവന. വൈന്നഹു തീർച്ചയായും മനുഷ്യൻ ലിഹുബ്ബിൽ ഖൈരി നന്മകൾ നല്ലത് ഇഷ്ടപ്പെടുക. മുഫസ്സിറുകൾ പറഞ്ഞ അർത്ഥത്തില് സമ്പത്ത്, ധനം, ഭൗതികമായ സുഖങ്ങൾ ഇഷ്ടപ്പെടുക എന്നുള്ളതില് ലശദീദുൻ വളരെ കഠിനതയുള്ളവനാണ്, വളരെ കൂടുതലായി ഇഷ്ടപ്പെടുന്നവനാണ്. മനുഷ്യൻ ഈ ഭൗതിക സുഖങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്. രണ്ട് പ്രസ്താവന മനുഷ്യനെ പറ്റി പറഞ്ഞു. എന്നിട്ട് അഫലായാലം അവൻ അറിയുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, ഇതാ ബുഅ്സിറമാഫിൽ ഖുബൂർ ഈ ഖബറുകളിലുള്ളതൊക്കെ പുറത്തെടുക്കപ്പെടുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് അവൻ ഓർമ്മിക്കുന്നില്ലേ, അവൻ മനസ്സിലാക്കുന്നില്ലേ? വഹുസ്സില മാഫിസ് സുദൂർ മനസ്സുകളിലുള്ളതൊക്കെയും വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തെക്കുറിച്ച് അവൻ ഓർമ്മിക്കുന്നില്ലേ? ഇന്ന റബ്ബഹും തീർച്ചയായും അവരുടെ രക്ഷകർത്താവ് ബിഹിം അവരെപ്പറ്റി യൗമൈദിൻ അന്നേ ദിവസം ലഖബീറുൻ നന്നായി അറിയുന്നവൻ തന്നെയാവുന്നു. വളരെ കുറഞ്ഞ വാക്കുകൾ കാര്യങ്ങൾ തോർത്ത് അവസാനിക്കുകയും ചെയ്യും. അപ്പൊ എന്താ അതിന്റെ മലയാളം? കിതച്ചോടുന്ന കുതിരകൾ തന്നെയാണ് സത്യം, ഉരസി തീ പറത്തുന്ന കുതിരകൾ തന്നെയാണ് സത്യം, പ്രഭാതത്തിൽ ആക്രമിക്കുന്ന കുതിരകൾ തന്നെയാണ് സത്യം, കുടിപടലങ്ങൾ അവിടെ പറത്തുന്ന കുതിരകൾ തന്നെയാണ് സത്യം, ശത്രു സംഘത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കുതിരകളാണ് സത്യം. ഈ മനുഷ്യരൊക്കെ അവന്റെ രക്ഷകർത്താവിനോട് നന്ദി കെട്ടവനാവുന്നു. തീർച്ചയായും അവൻ തന്നെ അതിന് സാക്ഷിയാണ്, തെളിവാണ്. ധനമോഹത്തിൽ മനുഷ്യൻ വല്ലാതെ തൽപരനാണ്, വല്ലാതെ അധികമായി ധനത്തിൽ മോഹിക്കുന്നവനാണ്. ഖബറുകളിലുള്ളതൊക്കെയും പുറത്തെടുക്കപ്പെടുകയും മനസ്സിലുള്ളതൊക്കെയും വെളിവാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് അവൻ മനസ്സിലാക്കുന്നില്ലേ? അന്ന് അള്ളാഹു ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ശരിക്കും അറിവുള്ളവനായി അള്ളാഹു അവിടെ ഉണ്ടാവുകയും ചെയ്യും. പുറത്ത് അവസാനിക്കുന്നു. അത്രയല്ലോ. എന്താ നമ്മളുടെ ബന്ധം? മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് പറയാൻ അള്ളാഹു ഉപയോഗിച്ചത് കുതിരകളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ്. എന്താ കാര്യം എന്നറിയോ? ഒരു യുദ്ധത്തിന് പോകുന്ന കുതിരക്ക് തന്റെ യജമാനൻ ജയിച്ചിട്ട് വലിയ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ശത്രുക്കളെ തോൽപ്പിച്ചിട്ട് ആ കുതിരക്കെന്ത് കിട്ടാനാ? ഈ കുതിര എന്തിനാണ് ഈ പ്രഭാത സമയത്ത് ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ പോയി യുദ്ധം ചെയ്യുന്നത്? എന്തിനാണ് ഈ കുതിര ഇങ്ങനെ ഊക്കിൽ ഓടുന്നത്? ഈ പൊടിയൊക്കെ പറത്തുന്നത്, ഈ ഉരസിട്ട് അതിന്റെ ഊക്ക് കൊണ്ട് പൊടി പിന്നെ കല്ല് തട്ടിയിട്ട് പൊടി തീ പറക്കുന്നുണ്ട്, അതിന് മാത്രം ഓടുന്നു. കിതച്ചിട്ട് ഓടുന്നതാണിത്, കിതച്ച് ഓടുകയാണ്. അത് പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അവിടെ പൊടി പറക്കുന്നുണ്ട്, അതിന് മാത്രം തീവ്രമായി കുതിര യുദ്ധം ചെയ്യുന്നു. ശത്രു സൈന്യത്തിന്റെ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്നു, സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ട്. എന്തിനാ കുതിര ഇത് ചെയ്യുന്നത്? ഒറ്റത്രേ അതിനുള്ളൂ, യജമാനോട് നന്ദി കാണിക്കാൻ. അതിനെ തീറ്റിപ്പോറ്റിയ, അതിനെ പരിശീലിപ്പിച്ച, അതിനെ കൊണ്ടു നടക്കുന്ന, അതിനെ സ്നേഹിക്കുന്ന യജമാനൻ സാധാരണ എന്നും യുദ്ധം ഉണ്ടാവില്ല. എന്നും അതിന് സുഖമായി ഭക്ഷണം കൊടുക്കാറുണ്ട്, അതിനെ പരിശീലിപ്പിക്കാറുണ്ട്, നോക്കി ഒക്കെ നടത്താറുണ്ട് യജമാനൻ. ആരാണ് നോക്കുന്ന ആള്? അയാള്
ആ യജമാനൻ ഒരു ദിവസം വാ നമുക്കൊരു യുദ്ധത്തിന് പോകണം എന്ന് പറയുമ്പോ ഇന്ന് ഞാനില്ല എന്ന് ആ കുതിര പറയാറില്ലല്ലോ. ശരി പോയേക്കാന്ന്. ശത്രു സൈന്യത്തിനാണ് ഒരിക്കൽ യുദ്ധത്തിന് പോയതാണെങ്കിലും പിറ്റേന്ന് പോകുമ്പോഴും ഈ കുതിരക്ക് വേണ്ടിയിട്ടാവില്ല ആയുസുണ്ടെങ്കിൽ കുതിര പോകും. നന്ദി കാണിക്കുന്ന ഒരു നല്ല മൃഗമാണ് കുതിര. അപ്പം ഈ കുതിര മനുഷ്യരെ, നിങ്ങൾ പോറ്റുന്ന കുതിര നിങ്ങളോട് എന്തുമാത്രം നന്ദി കാണിക്കുന്നു എന്നറിയോ? നിങ്ങൾ വിളിച്ചാല് എന്തെന്ത് ത്യാഗം ചെയ്തിട്ടാണ് ആ കുതിര നിങ്ങളെ കൂടെ യുദ്ധത്തിന് വരുന്നതെന്നറിയോ? മനുഷ്യ, ആ നന്ദി പോലും ഇന്നോട് കാണിക്കുന്നില്ലല്ലോ എന്നാണ് അതിന്റെ അടുത്ത വാചകത്തിന് അർത്ഥം. മനുഷ്യന്റെ നന്ദികേട് കാണിക്കാൻ നന്ദിയുള്ള ഒരു മൃഗത്തിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ സത്യം ചെയ്യുന്നു. അതാണ് ഇവിടെ കുതിരകളെ കുറിച്ച് സത്യം ചെയ്യാൻ കാരണം. ആ കുതിരകളുടെ പോക്ക്, അത് ആ വാക്കുകളൊക്കെ നോക്കൂ നിങ്ങൾ. ആദിയാസ് ലബുഹന്ന കിതച്ചുകൊണ്ട് ഓടുന്നു. കുതിരക്ക് പറയാലോ യജമാന, അല്ലെ ചിന്തിക്കാലോ. ഒരു യുദ്ധക്കുതിര അങ്ങനെ ചെയ്യാറില്ല. കുതിര വിളിച്ചാൽ പോയുള്ളൂ. നമ്മൾ പറയാൻ ബുദ്ധിയില്ലാഞ്ഞിട്ടാണ്. സംഗതി ശരി, അങ്ങനൊക്കെ ഉണ്ട്. ആ സത്യമൊന്നും ഖുർആൻ എതിർക്കുന്നില്ല. പക്ഷെ ആ കുതിരയുടെ എന്താണ് ആ കുതിര പ്രകടിപ്പിക്കുന്നത്? കുതിര പ്രകടിപ്പിക്കുന്നതിന് നന്ദിയാണ്. അത് കിതക്കുന്നുണ്ട്, എന്നിട്ട് ഓടുകയാണ്. ഓടുന്ന ഓട്ടത്തിൽ തീ പറക്കുന്നുണ്ട്. പ്രഭാതത്തിൽ പോയി ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ലേശം നേരം കഴിഞ്ഞിട്ട് പോകാതെ കുതിര പറയില്ലല്ലോ. ഇപ്പൊ തന്നെ പോകാൻ പറ്റുമോ? 5 മണിക്ക് തന്നെ പുറപ്പെടണോ? കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് കുതിര പറയില്ല. കുതിര എപ്പോഴാ വിളിക്കുന്ന അന്നേരം പോകും. നന്ന സുബൈക്ക് യുദ്ധത്തിന് പോകണം, കുതിര തയ്യാറാണ്. വേറാത്ത സുബഹൻ എന്ന പ്രഭാതത്തിന് തയ്യാറാണ്. അവിടെ പോയിട്ട് വെറുതെക്കുന്നില്ല കുതിര. ഇവിടെ എത്തിച്ചില്ല നിങ്ങൾ നോക്കിയെന്നല്ല, പൊടി പറക്കുന്നുണ്ട് കുതിരന്റെ കളിയുണ്ട്. തിരിഞ്ഞും മറിഞ്ഞും ഇടത്തും വലത്തും പോയിട്ട് കുതിര പിന്നെ കാത്തു നിൽക്കുന്നില്ല. ഉള്ളിലേക്ക് നയിച്ചാല് ശത്രു സൈന്യത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകാൻ വരെ തയ്യാറാവുന്നു. ഒരു കുതിര മനുഷ്യൻ വളർത്തുന്ന, മനുഷ്യന്റെ പരിശീലിപ്പിക്കുന്ന കുതിര, മനുഷ്യൻ അതിന് ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ വളരെ കുറച്ചാണ്. അതിനെ വെറുതെ കയറൂരി വിട്ടാലും ആ ജന്തു ജീവിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പക്ഷെ വളരെ കുറഞ്ഞ അനുഗ്രഹങ്ങൾ മാത്രം നമ്മൾ ആ കുതിരക്ക് ചെയ്യുമ്പോ കുതിര അതിനേക്കാളേറെ വലിയ നന്ദി നമ്മളോട് കാണിക്കും. പക്ഷെ മനുഷ്യ, അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിനേക്കാളേറെ കിട്ടിയിട്ട് ഈ കുതിര യജമാനോട് കാണിക്കുന്ന നന്ദി പോലും കാണിക്കാത്ത മനുഷ്യരാണ് ദുനിയാവിലധികം ഉള്ളത്. ഇതാണ് ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ ലിറബ്ബിഹി, അവന്റെ രക്ഷിതാവിനോട് ലകനൂദൻ, നന്ദി കെട്ടവനാണെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലാകായിക വരരുത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വഇന്നഹു, തീർച്ചയായും അവൻ തന്നെ അലാ ദാലിക, അതിന് എന്ന് പറഞ്ഞാല് ആ നന്ദി കെട്ടവനാണ് എന്നതിന് ലശഹീദുൻ, സാക്ഷിയാണ്, തെളിവാണ്. എന്താണ് അള്ളാഹു ഈ പറയുന്നതിന്റെ ആശയം? ഒരു ഖുർആന്റെ അനുയായികളായ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ എന്ന അർത്ഥത്തിനല്ല ഇവിടെയൊന്നും ഖുർആൻ സംസാരിക്കുന്നത്. ഖുർആൻ പറയുന്നത് ലോകത്ത് മൊത്തത്തിൽ മനുഷ്യരെടുത്തുകൊണ്ടാണ്. ആകെയുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താന്ന് നോക്കിയാല് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയ കാര്യം ആവർത്തിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. മറ്റ് മനുഷ്യനൊഴിച്ചുള്ള മറ്റ് ജീവജാലങ്ങളെക്കാളേറെ മനുഷ്യന്റെ ജനനം പരിതാപകരാണല്ലോ. ജനിച്ചു വീഴുമ്പോ കാര്യമായി ഒന്നിനും സാധിക്കാത്തൊരു ജനനാണ് നമുക്ക് കിട്ടുന്നത്. ഉമ്മ പാല് തന്നാല് കുഞ്ഞിനെ നമുക്കറിയാം എത്രയോ തവണ ഉമ്മ ബുദ്ധിമുട്ടിച്ചെങ്കിൽ മാത്രമാണ് കുഞ്ഞ് പാല് കുടിക്കാൻ ശീലിക്കുന്നത് തന്നെ. കാരണം ജീവൻ കരയില്ല, സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് തല കീഴായി പിടിച്ചു കിട്ടിയെങ്കിൽ ചിലപ്പോ ഒന്ന് അരളിന്ന് വരും, അല്ലെങ്കിൽ അത് അവസാനം അഴിഞ്ഞു വരും. അതാണ് എന്റെ ഹാല്. ഗർഭത്തിൽ നിന്നൊരു പ്രത്യേക സമയം വരെയൊക്കെ അങ്ങനെ കണക്കെട്ട് നോക്കും. പിന്നെ കഴിഞ്ഞില്ലെങ്കിൽ പരസഹായം വേണം, എന്നാലേ രക്ഷപ്പെടൂ, അല്ലെങ്കിൽ അവിടെ വെച്ച് അവസാനിക്കും. വെള്ളത്തിലെങ്ങാനും വീണ അങ്ങനെ എത്തുകയും ചെയ്യും. അതാണ് ആദ്യ ഹാല്. ഒരു മൃഗത്തിന്റെ ജനനം ഇതിനേക്കാൾ ഭേദമാണല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യം. ഒരു ആട്ടിൻകുട്ടിയൊക്കെ പ്രസവിച്ചു വീണാല് കണ്ണ് കീറുന്നതിന് മുമ്പേ ഒന്ന് നക്കി തോർത്തി കൊടുത്താൽ മതി. പിന്നെ ഒരു പടക്കലും പടച്ചിട്ട് മുല പിടിച്ചോളും. തള്ള കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. തള്ളയുടെ ശബ്ദം എവിടുന്ന് കേട്ടാലും ശരി, കണ്ണധികം കാണില്ലെങ്കിലും എങ്ങനെയും തപ്പിക്കടച്ച് വാസനിച്ചോ എങ്ങനെയോ ആ അരികത്തെത്തിപ്പെടാറുണ്ട്. വെള്ളത്തിലൊക്കെ ഇട്ടാലും ശരി ചത്തുപോകുന്നില്ല, നീന്തി തപ്പിപ്പടക്കും ജന്മനാ തന്നെ. പുല്ല് തിന്നാനും വല്ല കാര്യമായെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. കാണിച്ചു കൊടുത്ത് ഒരു പ്രാവശ്യം തിന്നാൻ കേട്ട ബാക്കി അങ്ങനെ തിന്നോളും. വാരി കൊടുക്കേണ്ട പ്രശ്നമൊന്നുമില്ല. പക്ഷികൾക്കൊക്കെ ഉണ്ട് ചുരുക്കിയ സമയം, പക്ഷെ കൂടുതൽ കാലമൊന്നുമില്ല. അപ്പോ നിസ്സഹായനാണ് മനുഷ്യന്റെ ജന്മത്തില്. അത് നമ്മൾ ഉറപ്പാണ്. നമ്മൾ എന്തു അമ്പത്തരം പറഞ്ഞിരുന്നാലും ശരി, ചെറുപ്പത്തില് ആരുടെയൊക്കെയോ ഉമ്മാന്റെ ഉപ്പാന്റെ വീട്ടിലുള്ള പലരുടെയും സഹായങ്ങളും ലാളനകളും ഏറ്റേറ്റാണ് മനുഷ്യനായി തീരുന്നത്. നമ്മൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയതെന്നാ അതിന് നമുക്ക് സ്വന്തം ഒരു വ്യക്തിത്വത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല. 5, 6, 7 വയസ്സിന് ഞാൻ എന്ന് പറഞ്ഞ ബോധം നമുക്കുണ്ടാണ്. അതിനെന്ത് ഞാൻ നമ്മളങ്ങനെ ഒഴുകില്ലേ ഒരുതരം ചെയ്ത് നമുക്ക് ഓർമ്മ ഉണ്ട് എന്തൊക്കെയാണ് അന്നത്തെ ഹാലിയത്.
അവ നിസ്സഹായനായി പരസഹായം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത വളരെ ഒരവസ്ഥയിലാണ് മനുഷ്യന്റെ ജനനം. അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. നമ്മളീ ദുനിയാവ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അതിനാ പറഞ്ഞറിയോ, നന്ദി കെട്ടവരെന്നൊക്കെ പറയാൻ നമുക്ക് അള്ളാഹുവിന്റെ അത്ര വലിയ അനുഗ്രഹം ചെയ്തെന്ന് ചിന്തിക്കും നമ്മൾ. പക്ഷെ ആലോചിച്ച് നോക്കൂ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ജന്മം ഇതല്ല, മറ്റൊരു മൃഗത്തിന്റെ ജന്മം മറ്റമാണ് നമുക്ക് കിട്ടിയെന്ന് വെക്കുക. ജന്മം ശ്രദ്ധിക്കുക, നമ്മുടെ ഭാവന കാണുന്നതല്ലേ കഴിയില്ല. എന്റെ ദുനിയാവിൽ അർത്ഥം ഒരു പോത്തായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് എന്ത് ഹൈറാള് 60 കൊല്ലം ജീവിച്ചിട്ട് ഒരു മനുഷ്യനായി 6 കൊല്ലം ജീവിച്ചാൽ മതി, എനക്കാളും ഹൈറാണ്. അല്ല, ഒരു പാമ്പായി ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാണാനാ കഴിയുക? മനുഷ്യൻ കണ്ടാ എറിഞ്ഞുമില്ല. ഒരു സ്വൈര്യമായിട്ട് ഇങ്ങനെ സുന്ദരമായ കാലാവസ്ഥ, അന്തരീക്ഷം, ഞാനിതൊന്ന് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് തലയിട്ട് പുറത്തിങ്ങനെ കിടന്നാലും ചിലപ്പോൾ അവസാനത്തെ കെടുക്കാവും. ഇതല്ലേ പാമ്പിന്റെ ഗതി. ഏത് മൃഗത്തിനാ സ്വസ്ഥയ സമാധാനമുള്ള? എലിയായാൽ പൂച്ചനെ പേടിക്കണം, പൂച്ചയായാൽ നായനെ പേടിക്കണം, നായായാൽ ചെന്നായനെ പേടിക്കണം, അവിടെ നിന്നാണ് പോയാൽ എല്ലാരും പേടിക്കണം. അങ്ങനെയാണ് കണക്കാതാ. എവിടെ സ്വസ്ഥതകള്? രാവും പകലും നോക്കിയാണ്. നമ്മള് പടച്ചവനെ പേടിക്കല്ലാതെ ആരും പേടിക്കില്ല. പേടിക്കണ മൃഗങ്ങളൊക്കെ എങ്ങനെ പേടിക്കണം എന്നുള്ളതിന് കരുതൽ നമ്മളെടുത്തിട്ടുണ്ട്. അവരൊക്കെ നമ്മളെ പേടിച്ചിട്ടാ ആക്രമിക്കാൻ വരുന്നത്. അതാ അവരെ ഹാല്. വല്ലാത്തൊരു ജന്മാണല്ലോ കിട്ടിയത്. ഈ ദുനിയാവ് കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നുള്ളൂ. ഇനി അവിടെ നിങ്ങോട്ട് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഓർമ്മിക്കുക. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും ദാലികൽ അജ്ദറു അല്ലാ തഹ്സറു നിഅമത്തുല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് താഴെയുള്ളവരിലേക്ക് നോക്കുക, നിങ്ങൾക്ക് മേലെയുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. അതാണ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ നിന്ദിക്കാതിരിക്കാൻ, നിസ്സാരമായി കാണാതിരിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹം നമുക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് കിട്ടിയവരാണ് നമ്മളൊക്കെ. ശരീരം പ്രധാനമായി തന്നെ അത്. ഒരുപക്ഷെ നമ്മുടെ മുഖം, നമ്മുടെ മുഖച്ഛായ നമ്മളെ തൃപ്തിപ്പെടുത്തിയിട്ടില്ലാതെ വരും. അള്ളാഹു എന്തിനെ എനിക്ക് ഈ മുഖച്ഛായ തന്നത്, ഇതിനേക്കാളും നല്ല ഒരു കട്ട് തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചു തരാ. അങ്ങനെ മുഖം നോക്കിയിരിക്കുമ്പോഴൊക്കെ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും വികൃതാക്കിയില്ലല്ലോ, വികൃതമാക്കിയില്ലല്ലോ. സമാധാനിക്കാലോ. വികൃതാക്കിയവരുണ്ടോ? ഉണ്ട്. ചെറിയൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടിയവര്, അല്ലെങ്കിൽ കണ്ണില്ലാത്തവര്, അല്ലെങ്കിൽ കണ്ണ് തരാറുള്ളവര്, അങ്ങനെ പല കോലത്തിലുള്ളവരുണ്ട്. അതാക്കിയില്ലല്ലോ. എത്ര നമ്മള് ഇനിയിപ്പോ വൈകല്യമുള്ളവരാണെന്ന് പറയും നിങ്ങൾ, എന്നാൽ തന്നെ അതിനേക്കാൾ വൈകല്യമുള്ളവൻ വേറെ കാണും. അപ്പോൾ പറഞ്ഞാൽ അത്ര ആയില്ലല്ലോ. അങ്ങനെ കുറെ ഒരവസ്ഥ. ശരീരം വല്ലാത്തൊരു ഹാലാണത്. ഇത് നോക്കൂ നിങ്ങൾ, നമ്മൾ ആരോഗ്യാലോചിച്ച് നോക്കൂ. നമ്മുടെ സമപ്രായക്കാര് പലരും ചെറുപ്പകാലത്ത് ഈ ജീവിത സുഖങ്ങൾ നമ്മൾ അനുഭവിച്ചൊരു സുഖം കണക്കാക്കുക. അത് അനുഭവിക്കാൻ കഴിയാത്തവരുണ്ടല്ലോ നമ്മളെ കൂടെ പഠിച്ചവരൊക്കെ. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ചായയും കഴിച്ചിട്ട് മദ്രസയിൽ വന്നിരുന്നപ്പോ അല്ലെങ്കിൽ സ്കൂളിൽ വന്നിരുന്നപ്പോ എന്താണ് എന്റെ വീട്ടിൽ കടി എന്നതൊക്കെയായിരുന്നു. ഞാനിവിടെ വീട്ടിലൊന്നുമില്ലായിരുന്നു. പിന്നെ മദ്രസയിൽ പോരാൻ വേണ്ടി പറഞ്ഞപ്പോ കഞ്ഞിന്റെ വെള്ളം കുടിച്ചിട്ട് രാത്രിക്കത് കഞ്ഞിന്റെ വെള്ളം കുടിച്ച് ഓടി വരികയാണ് എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ടായിരുന്നല്ലോ, നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാർ അതിങ്ങനെ മാറി മാറി വരും. ആട്ടെ, ആ സാഹചര്യം. പിന്നെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭം ആലോചിച്ച് നോക്കും നിങ്ങൾ. അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ ഓരോ സന്ദർഭത്തിലും, കുടുംബാന്തരീക്ഷങ്ങള്, മക്കളുടെ കാര്യം, ഭാര്യയുടെ കാര്യം, രോഗങ്ങൾ വരാതിരിക്കുക, പിന്നെ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള തന്റെ ഉണ്ടാവുക, ബുദ്ധി ഉണ്ടാവുക. ഈ വഴിക്കൊക്കെ അള്ളാഹു ചിന്ത നൽകുക. നമ്മളൊരു നല്ല കുടിയന്മാരെ സെറ്റിലാണ് പെട്ടതെന്ന് നിൽക്കുക. നിങ്ങൾക്ക് തോന്നുന്നു നമ്മളൊക്കെ കുടിയന്മാരെല്ലാം രക്ഷപ്പെടും? നമ്മുടെ വീട്ടിന്റെ അന്തരീക്ഷം, നമ്മൾ വളർന്നു വരുന്ന നാട് ഒരു നല്ല കുടിയന്മാരും തെമ്മാടികളും നിറഞ്ഞൊരു പ്രദേശത്താണെങ്കിൽ നമ്മൾ നല്ലൊരു കുടിയനായിട്ട് നടക്കുന്നുണ്ടാവുള്ളൂ. ചുരുക്കേ രക്ഷപ്പെടുള്ളൂ. ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്നത് അത് വലിയൊരു ഹൈറാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ വിദൂരാണ്. അള്ളാന്റെ തൗഫീഖില്ലെങ്കിൽ വളരെ വിദൂരാണല്ലോ സാധാരണഗതിയിൽ. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ പിറന്ന ഒരാൾ ഈ ജാതി ചിന്താതിയിലേക്ക് എത്തിപ്പെടാൻ. പക്ഷെ ഇവിടെ കയറി നിന്നിട്ട്, ഇസ്ലാമിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വല്ലാത്തൊരു മോശമുള്ള ആൾക്കാരിട്ടോ. ഇവരൊക്കെ ദീനും ഇവരത്തൊക്കെ കാട്ടിക്കൂട്ടിലും കണ്ടില്ല പഠിച്ച തമ്പുരാന്. അതിലൊന്നും പെടാഞ്ഞ് ഭാഗ്യമായി. നേരെ മറിച്ച് നമ്മൾ അവിടെയാണ് നിൽക്കുന്നതെങ്കിലോ നമുക്ക് അത് തന്നെ നല്ലതെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ഏതോ കല്ലിന്റെ മുന്നിലോ ഏതോ ശരിയും പൂജിച്ച് അങ്ങനെ നടക്കുന്നുണ്ടാവും. കല്ലും ഇതൊക്കെ ആലോചിച്ചു വലിയ കാക്കല കാത്തത്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണിയാ തീരില്ല. വൈൻ തഴുത്തു നിയമത്തുള്ളാഹിലാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ മെനക്കെട്ടാൽ അത് ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കയില്ല എന്ന് ഖുർആൻ പറഞ്ഞു വെച്ച ആശയം.
ഒരുപാട്. ഇനി മറ്റൊരു കാര്യം കൂടി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉള്ള സാഹചര്യത്തിലൊക്കെ നമ്മൾ അള്ളാഹിനോട് വാക്ക് പറയാറില്ല, സാധാരണ വാഗ്ദാനം പറയാൻ പഠിത്തനോട്. അള്ളാഹുവെ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായാൽ ഞാൻ നിനക്കിനോട് കൂടുതൽ ഞാൻ നന്ദി കാണിക്കാം എന്ന് സാധാരണ നമ്മളൊക്കെ പ്രാർത്ഥനയിൽ പറയാറുണ്ട്. പറയാത്തവരുണ്ടാവാറില്ല. അതായത് ഇപ്പോഴുള്ള സ്റ്റാൻഡ് നിലവാരം കുറച്ച് മുമ്പത്തെ ഹാലാൽ വെച്ച് നോക്കൂ. അന്നേരം മനുഷ്യൻ പറയാ, അള്ളാഹുവെ ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളത്, ഇത് കുറച്ചുകൂടി എനിക്ക് അനുഗ്രഹങ്ങളും സുഖങ്ങളൊക്കെ നൽകി, എന്നാൽ കുറച്ചുകൂടി ഞാൻ എന്നോട് നന്ദി കാണിക്കുകയും ഞാൻ എന്നെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്തോളെ പഠിച്ചവനെ എന്നിങ്ങനെ മനുഷ്യൻ വാഗ്ദാനം പറയാറുണ്ട്. ആലോചിച്ച് നോക്കൂ, ആ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചവരാണോ നമ്മളൊക്കെ? പാലിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് സത്യമാണ്. ചുരുക്കം ചിലരുണ്ടാവുക, പൊതുവെ പാലിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ കണക്ക് നോക്കി ചിന്തിച്ചിട്ട് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണമെന്ന് തീരുമാനിക്കാറുണ്ടോ നമ്മള്? പലപ്പോഴും കുറവാണ്. പലപ്പോഴും. ആരുടെ കഥയാണ് ഈ പറയുന്നത്? ഖുർആൻ അംഗീകരിച്ച് അള്ളാഹുവിനെ ആരാധിക്കാമെന്ന് വാക്ക് കൊടുത്ത് അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനെ അംഗീകരിച്ച് ജീവിക്കുന്ന നമ്മുടെ അവസ്ഥയാണിതെങ്കിൽ ഈ വശത്തേക്ക് തീരെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെ പറ്റി നന്ദി കെട്ടവെന്നല്ലാതെ എന്ത് പറയാനാ? അതാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യരെ മൊത്തത്തിൽ ഏതെങ്കിലും ഒരാളെ രണ്ടാളെ എന്നുള്ള അർത്ഥത്തിലല്ല ഈ ആയത്തിറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദി കെട്ടവനല്ല, നീ ഇറങ്ങുന്ന അള്ളാഹ്ക്കും അറിയാ, നബിക്കും അറിയാ, സമൂഹത്തിനും അറിയാം. ഇത് ഓതിക്കൊടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിനോട് ഒരു നന്ദികേടും അദ്ദേഹം കാണിച്ചിട്ടില്ല. ഓർമ്മയില്ല, അവസാന കാലഘട്ടത്തില് രാത്രി നമസ്കരിച്ചിട്ട് കാലിന് നീര് വന്നപ്പോ ആയിഷ റളിയല്ലാഹു ചോദ്യമുണ്ട്, സാധാരണ ഭർത്താവിനോട് ചോദിക്കുന്ന സ്നേഹത്തിന്റെ ചോദ്യം, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ കഷ്ടപ്പെടുന്നത്, ഈ ബുദ്ധിമുട്ടുന്നത്? അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തന്നു എന്നും സ്വർഗത്തിലാണ് സന്തോഷ വാർത്തയും അറിയിക്കപ്പെട്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾക്കൊന്ന് അടങ്ങിയിരിക്കാലോ, എത്ര കാലമായത് തുടങ്ങിയിട്ട് 60 വയസ്സ് 62 വയസ്സൊക്കെ ആയാലും ഈ പണിയൊന്നും നിർത്തിക്കൂടെ, ഒന്ന് വിശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോ അഫലാക്കൂന അബ്ദുൽ ഷക്കൂറ, ഒരു നന്ദിയുള്ള അടിമയാവണ്ടേ നീ? ഞാൻ അള്ളാഹൊക്കെ ചെയ്തു തന്നാൽ അതിനനുസരിച്ച് അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടേ? ഞാൻ സംഗതി അള്ളാഹ് സന്തോഷ വാർത്ത അറിയിച്ചാൽ പിന്നെ അടങ്ങിയിരിക്കലല്ലോ വേണ്ടത് എന്ന് നന്ദി കാണിക്കണ്ടേ എന്ന് ചിന്തിക്കാണ് ഇസ്ലാം ഇസ്ലാം ചെയ്തിരുന്നത്. ആ ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത്, നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നന്ദി കെട്ടവരല്ല. എന്നിട്ട് ആ നബിക്കാണ് അള്ളാഹു വഹി അറിയിക്കുന്നത് മനുഷ്യരൊക്കെ നന്ദി കെട്ടവരാണ്. അതിന്റെ അർത്ഥം പൊതുവെ മനുഷ്യരെടുത്ത് വിശകലനം ചെയ്താലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഒരുതരം നന്ദികേടിന്റെ സ്വഭാവം, ഒരുതരം നന്ദികെട്ട സ്വഭാവം അത് മനുഷ്യരിൽ പൊതുവെ കാണപ്പെടുന്നതാണ്. ആരോട്? റബ്ബിഹി, അവന്റെ രക്ഷിതാവിനോട്. ഉറപ്പാണ് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് പ്രത്യുപകാരം കണക്ക് തീർത്തു കൊടുക്കാൻ നമ്മൾ അസക്തരാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞതിന്റെ അള്ളാഹു അത്രയൊന്നും പറഞ്ഞില്ല. വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മളോട് നിർദ്ദേശിച്ചുള്ളൂ. ആ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ പോലും പലപ്പോഴും പിന്നെ ശ്രദ്ധ കാണിക്കാറില്ല. ഈ ആയത്ത് ഇറങ്ങണ സാഹചര്യം ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ദൈവവിശ്വാസികളാണ് ഞങ്ങള്, അള്ളാന്റെ ആൾക്കാരാണ് ഞങ്ങള് എന്ന് വാദിക്കുന്ന ഒരു കൗമാണല്ലോ മക്കാ മുശ്രിക്കുകൾ എന്ന് പറയുന്ന ആൾക്കാര്. അവര് ഞങ്ങൾ ദൈവത്തിന് നന്ദി കാണിച്ച് ജീവിക്കുന്നവരാണ്, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ്, ഞങ്ങൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നവയാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം. അതാണല്ലോ ഇപ്പൊ ഈ ആയത്തിറങ്ങണ നേരത്ത് മക്കയിലുള്ളത്. ആ നേരത്ത് ഖുർആൻ പറഞ്ഞാ അറിയോ? മനുഷ്യര് നിങ്ങളൊക്കെ നന്ദി കെട്ടവരാ നിങ്ങളെ രക്ഷകർത്താവിനോട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും യഥാർത്ഥത്തിൽ നന്ദിയല്ല, ഇതൊക്കെ നന്ദികേടാണല്ലോ. ഈ ആയത്ത് കുറച്ചുകൂടി കൊണ്ട് തള്ളും, പിന്നെ മേല് തട്ടും. ആർക്കെന്നറിയോ? മക്കയിലെ ഖുറൈശികൾക്ക്. ഖുറൈശ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പേടിയുടെ നാട്ടുകാരൊക്കെ പേടിച്ച സന്ദർഭത്തിൽ നിങ്ങൾക്ക് നിർഭയത്വം നൽകുകയും കാർഷിക രാജ്യമല്ലാതിരുന്നിട്ട് കൂടി നിങ്ങൾക്ക് ഭക്ഷണത്തിന് വകയുണ്ടാക്കുകയും ചെയ്തു തന്ന അപ്പടച്ചവനെ നിങ്ങൾ ആരാധിക്കാൻ തയ്യാറാവുന്നവരായി ഖുറൈശികളെ വിളിച്ച് ഖുർആൻ പറഞ്ഞു. എന്താ? അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ സൂചിപ്പിക്കുക ഖുർആൻ പറഞ്ഞു ചെയ്തത്. നമ്മൾ പഠിച്ചത് മനസ്സിലാക്കിയതാണ്. ആ നാലോചിച്ച് നോക്കും നിങ്ങൾ. ഖുറൈശികള് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരായ നിങ്ങൾ ആ അള്ളാഹുവിന് നന്ദി കെട്ടവരായിട്ടാണ് ജീവിക്കുന്നത്, നന്ദി കേടാണ് നിങ്ങൾ കാണിക്കുന്നത്. അള്ളാഹു അയച്ച ഒരു പ്രവാചകൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ സമൂഹങ്ങളൊക്കെ ഉണ്ടായൊരവസ്ഥ. നമ്മൾ എത്ര മോഹിക്കുന്നു ഒരു നബി നമ്മിൽ അയക്കപ്പെട്ടിരുന്നുവെങ്കിൽ. മോഹാണ് നടക്കൂലല്ലോ. ഒരു നബിയുടെ കൂടെ, ഒരു നബിയുടെ സമൂഹത്തില് ആ നബിയുടെ കൂടെ നബിയുടെ നിർദ്ദേശങ്ങൾ കേട്ട് ജീവിക്കുക എത്ര സുഖകരാറ് സ്വർഗീയ ജീവിതമുള്ള യഥാർത്ഥത്തിൽ അത് ദുനിയാവില്. അപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ആകാശത്തുനിന്ന് വരിക. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളുമായി നമ്മളെ തേടി വരിക. നമ്മളെ തേടി എന്ന് പറഞ്ഞാൽ നമ്മളിൽപ്പെട്ട ഒരു മഹാനെ തേടി വരിക. എന്നിട്ട് ആ മഹാൻ രാവിലെയും വൈകുന്നേരവും രാത്രിയും ഒക്കെ അള്ളാഹുവിന്റെ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരിക.
അത് പറഞ്ഞ് അദ്ദേഹം പറയുന്ന നിർദ്ദേശത്തിനനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോവുക. തെറ്റുകളും പാളിച്ചകളും അദ്ദേഹം തിരുത്തി തരിക. അദ്ദേഹം പറയുന്ന വഴിയെ അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ നേരെ അങ്ങനെ ജീവിക്കുക. എന്നിട്ട് അങ്ങനെ മരിച്ചു പോവുക. വല്ലാത്തൊരു സുഖല്ലത്. ആ സഹാബികൾക്ക് കിട്ടിയ വല്ലാത്ത സുഖങ്ങൾ ആലോചിച്ച് നോക്കൂ. വല്ലാത്തൊരു അനുഗ്രഹമാണുള്ളത്. നമുക്കത് കിട്ടിയില്ലല്ലോ. പക്ഷെ എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്തരം ഒരു നബിയുടെ കാലക്കാരായി കിട്ടിയിട്ട് ആ നബിനെ സ്വീകരിക്കാൻ സാധിക്കാതെ പോയ നിർഭാഗ്യവാന്മാരായ മുസ്ലിങ്ങളെ പറ്റി ആലോചിച്ച് നോക്കൂ. നന്ദി കെട്ടവരെല്ലാവരും. എന്താ നന്ദി കേടുന്നറിയും? ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ ജൂതന്മാരും പരിമിതമായ ക്രിസ്ത്യാനികളും അവിടെ കാര്യമായ ഒരു നബി വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് ജീവിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുക, തെരഞ്ഞെടുക്കുക. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാതെ വിചാരിക്കാതെ മക്കയിലുള്ള ആൾക്കാർക്ക് ഒരു നബിനെ കിട്ടുന്നത്. നന്ദികേട് കാണിച്ചിട്ട് അവർ അള്ളാന്റെ വല്ലാത്തൊരു അനുഗ്രഹം. ജൂതന്മാർ അത്ഭുതത്തോടെ ചോദിക്കാൻ ആ ഒരു നബി വന്നോ, എന്താ ഹാലി എന്ന് അന്വേഷിച്ചെടുക്കുക. അങ്ങനെ നടക്കുന്നുണ്ടെല്ലാം കൂടി അവര് പറയാം. എന്നിട്ട് ആ നബിയെ കിട്ടിയിട്ട് അംഗീകരിക്കാൻ നടക്കുക ഇവര്. നന്ദികേടുള്ളത് അതാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന നന്ദികേട്. ഒരു നബിയെ അള്ളാഹു ഒരു സമൂഹത്തിന് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നബിന്റെ കാലക്കാരായി തീരുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നവരാവുന്നു നിങ്ങൾ. ഇത് നിങ്ങൾ മാത്രമല്ല, മനുഷ്യർ പൊതുവെ എങ്ങനെ ഉണ്ടാവുക. ഇനി നമ്മുടെയൊക്കെ അവസ്ഥയിലേക്ക് ചിന്തിച്ചാൽ മതി ബാക്കി കാര്യം. ഇന്നഹു തീർച്ചയായും മനുഷ്യൻ തന്നെ അലാ ദാലിക അതിന് ഷഹീദും സാക്ഷിയാവുന്നു, തെളിവാവുന്നു. അതെന്തിനാന്ന് പറഞ്ഞാൽ നമുക്കൊരു മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു ചിന്ത തോന്നാം, എന്താ പടച്ചോൻ ഖുർആനിൽ മനുഷ്യന്മാരൊന്നടക്കം ഇങ്ങനെ ചീത്തറിയാൻ കാരണം, എല്ലാവരും ഇങ്ങനെയെന്നൊക്കെ എന്തിനാ പറഞ്ഞത്? അത് അള്ളാഹു ഒരു പൊതു വിലയിരുത്തൽ നടത്തിയതാണ്. അത് സത്യമാണെന്നതിന് നമ്മളൊക്കെ തന്നെ സാക്ഷികളാണ്. നമ്മളൊക്കെ സാക്ഷികളാണെന്ന് പറഞ്ഞാൽ സ്വയം ഒന്നിരുന്ന് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത് മനസ്സിലാക്കാൻ നമ്മുടെ സമപ്രായക്കാരോടോ നമ്മുടെ കുടുംബത്തിലുള്ളവരോടോ നമ്മുടെ മാതാപിതാക്കളുടെ അവസ്ഥകളോടോ താരതമ്യം ചെയ്താൽ മതി അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാൻ. ആ അനുഗ്രഹങ്ങൾക്ക് അതിനനുസൃതമായ നന്ദി കാണിച്ചവരാണോ നമ്മളെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പാണ് നമുക്ക് ആർക്കും അത് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാപ്പ ഇന്ന് നിസ്കരിച്ചിരുന്നു, നോമ്പ് വെച്ചിരുന്നു, ഇത്ര ഒന്നും സുഖം അനുഭവിക്കാതെ തന്നെ അവർ ചെയ്യുന്നതിനേക്കാൾ ഏറെ നമ്മൾ ചെയ്യുന്നുണ്ടോ? എന്നാ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതെന്ന് പറയാം. എവിടെ? കുറച്ചൊക്കെ ഉണ്ടാവും, ചുരുക്കം പേരില് പൊതുവെ ഉണ്ടാവാറില്ലല്ലോ. അവരത്രയും കൂടി പഠിച്ചവനെ പേരിൽ കുറെ ആള് പലപ്പോഴും ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മൾ കാര്യമൊന്നും ചെയ്യുന്നത്. നമ്മുടെ കൂട്ടുകാർ നമസ്കരിക്കുന്നുണ്ട്, അള്ളാഹു ഇത്രയൊന്നും അനുഗ്രഹങ്ങളൊന്നും അവർക്ക് ചെയ്തു കൊടുത്തിട്ടില്ല, എന്നിട്ടും അവർ നമസ്കരിക്കുന്നു, ബാക്കി അള്ളാഹിനെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. നമ്മൾ അവരെക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? അപ്പോഴാണല്ലോ നമ്മൾ നോക്കടാ, നിനക്കൊന്നും അള്ളാഹ് ഇത്ര, ഞാൻ എന്താ നീ ഇത്ര താല്പര്യം കാണിക്കുന്ന ഇതിലൊക്കെ? കാരണം എന്നെക്കാളൊക്കെ അള്ളാഹു എനിക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, ഞാൻ അതുകൊണ്ട് അതിന് നന്ദിയുള്ളവനാവണം എന്നൊരു വികാരം പലപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. അതാണ് നിങ്ങൾ തന്നെ സാക്ഷികളാണ് എന്ന് പറയാൻ കാരണം. ഇനി പറയുന്നത് വൈന്നഹു തീർച്ചയായും അവൻ മനുഷ്യൻ ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. ഈ ലശദീദും അങ്ങനെ തന്നെ. ഷദീദ് എന്നാണ് വാക്ക്. അതിന്റെ കൂടെ ഉറപ്പായി എന്ന അർത്ഥത്തിന് വേണ്ടി വന്നതാണ്. ഉറപ്പായും തീർച്ചയായും ഷദീദ് കഠിനമാണ്, വളരെ അധികരിച്ചതാണ്. എന്ത്? ഹുബ്ബുൽ ഖൈർ, ലിഹുബ്ബിൽ ഖൈർ, ഖൈറിനോടുള്ള ഹുബ്ബ്. ഹുബ്ബ് സ്നേഹം, പ്രിയം. ഖൈർ എന്ന് പറഞ്ഞ അറബി വാക്ക് നല്ലത്. അള്ളാഹ് ഖൈറാക്കട്ടെ, ഖൈർ നമ്മൾ പറയാറുണ്ടല്ലോ, നന്മ, നല്ലത് ഉപയോഗിക്കാറുണ്ട്. ഖുർആൻ സാധാരണഗതിയിൽ അത് വേറെ അർത്ഥം ഉപയോഗിക്കുക, ധനം എന്ന അർത്ഥത്തിനും ഖൈർ ഉപയോഗിക്കാറുണ്ട്. അറബി ഭാഷയിലുണ്ട്, ഖുർആനിലും കാണാം. ഖൈർ ധനം എന്നുള്ള അർത്ഥം. ഹുബ്ബിൽ ഖൈരി ധനത്തിനോടുള്ള താല്പര്യം, ഇഷ്ടം. ഷദീദ് കഠിനമാണ്, കഠിനതരമാണ്. മനുഷ്യന് ധനത്തിനോടുള്ള ആസക്തി വല്ലാത്ത വലുതാണ്, അധികരിച്ചതാണ്. അത് കേൾക്കുമ്പോൾ നമുക്കാർക്കും സംശയം തോന്നുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നമ്മളിങ്ങനെ ഓതി വരില്ലേ, ഈ മനുഷ്യരൊക്കെ നന്ദി കെട്ടവനാന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം, അങ്ങനെ എന്താ അള്ളാഹ് പറയാൻ കാരണം? അപ്പൊ അള്ളാഹ് ഒരു തെളിവ് പറഞ്ഞു, നിങ്ങളൊരു തെളിവാണ് എന്റെ നേരെ ശരിയല്ലാതെ. മനുഷ്യൻ ധനത്തിനോട് ആസക്തിയുള്ളവനാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അവിടെ നിർത്തി. നിങ്ങൾ എന്നെ സാക്ഷിയാന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം മനുഷ്യർക്ക് അത് കണ്ടില്ലേ. അള്ളാന്റെ കലാമാവിനെ ശരിയാണ് പറഞ്ഞത്. നബി അവിടെയും പറയണം തെളിവ് ആവശ്യമില്ല, കാരണം അത് മനുഷ്യൻ അംഗീകരിക്കും. ലിഹുബ്ബിൽ ഖൈറിൽ ഷദീദ്, സാമ്പത്തികമായ താല്പര്യം മനുഷ്യന് വല്ലാതെ അധികരിച്ച് നിൽക്കുന്ന വിഷയമായി ഉണ്ടാവുന്നു. അപ്പൊ ഖുർആൻ പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? ആക്ഷേപിച്ച് പറഞ്ഞതാ ഖുർആൻ അല്ല. ഖുർആൻ എന്ന് പറയുന്നത് ഒരു വിലയിരുത്തലാണ്. അതെന്താ? ഒരു ആദർശത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിത്വത്തിനെ നമ്മൾ വിലയിരുത്തല് അയാളുടെ വാക്കുകൾ വെച്ചിട്ടാണ്. എങ്ങനെയാ നബിയുടെ വാക്കുകൾ? എന്താണ് ആ ഖുർആന്റെ വചനങ്ങളൊക്കെ? എങ്ങനെയാ
അതെന്ത്, അതൊക്കെ ഇപ്പൊ സാധാരണ അറിയുന്ന വർത്തമാനങ്ങളൊക്കെ, സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു തുടങ്ങിയുള്ള കുറെ വർത്തമാനങ്ങളാ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിപ്പോ അവൻ പറയണം എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് പറയും. പക്ഷെ ഈ ജാതി കുറെ വാക്കുകളില്ലേ ഇങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം. മക്കയിലെ ആളുകളുടെ അവസ്ഥ നേരത്ത് എന്താ നബി പറഞ്ഞത്? നബിനെ അംഗീകരിക്കാത്ത ആൾക്കാരിൽ നിൽക്കുക എന്താ പറഞ്ഞു കേട്ടോ, പടക്കുതിരകളാണ് സത്യം, മനുഷ്യരൊക്കെ അവർ രക്ഷിതാവർത്താൻ നന്ദി വെച്ചവരാണ്. ഇവിടെ എന്താ ഇവൻ ഇങ്ങനെ പറയാൻ? നമ്മളെ മാതിരി തന്നെ ഈ നാട്ടിലൊക്കെ ജനിച്ചു വളർന്ന ഇവൻ ഇങ്ങനെ ഒന്നായിട്ട് മനുഷ്യന്മാരെ പറ്റിയിട്ട് ഇങ്ങനെ പറയാൻ മാത്രം ഇവൻ എന്താ കിട്ടിയത്? അതാവും പറഞ്ഞ അള്ളാന്റെ സ്വന്തം പറഞ്ഞല്ല, അള്ള പറഞ്ഞിട്ട് പറഞ്ഞാണ്. ആ വർത്തമാനങ്ങളൊരു ഭ്രാന്തൻ ജൽപ്പനാണോ ഹോട്ടലിനും വളരെ അടുത്ത് മുറിച്ചാ പറഞ്ഞത്. നേരെ മറിച്ച് എന്താ പറഞ്ഞത്? ഒന്നുമില്ല, ഈത്തപ്പഴം പഴുക്കും, അതിങ്ങനെ കായ്ക്കും, അങ്ങനൊക്കെ വർത്താനം നാട്ടുകാർക്ക് അറിഞ്ഞ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ എല്ലാവർക്കും അറിയണല്ലേ എന്ന് പറയും. ഇത് നോക്കൂ, ഇത് മനുഷ്യരൊന്നായിട്ട് ഒരു വല്ലാത്ത വർത്താനാണുള്ളത്. അതും അവരെ മാതിരി ജീവിച്ചു വരുന്ന ഒരു മനുഷ്യൻ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കുറെ കാലം കഴിഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ ലോകത്തുള്ള മനുഷ്യന്മാരെന്നായിട്ട് വിലയിരുത്തി പറയാം. ഒരാളല്ല, മക്കാരല്ല, മനുഷ്യരൊക്കെ അവർ രക്ഷകർത്താവിനോട് നന്ദി കെട്ടവരാണ്. അതിന് അവർ തന്നെ സാക്ഷികളാണ്. പിന്നെ ജനത്തിനോടുള്ള ആസക്തി വല്ലാതെ ശക്തമാണ് മനുഷ്യരിലൊക്കെ എന്നൊക്കെയുള്ള വചനം പറയുമ്പോ എന്തോ ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് ഒരു ഉയർന്ന അവസ്ഥയിലുള്ള സംസാരങ്ങളാണതൊക്കെ. അത് പറയുന്ന മഹാൻ ഞാൻ പറയാന്നോട്ട് പറയണമില്ല, അതൊക്കെ എനിക്ക് വേറൊരാൾ അറിയിച്ചെന്ന് പറയാന്ന് പറയുമ്പോ സമൂഹം അത് അംഗീകരിച്ചെടുക്കാൻ നിർബന്ധിതരായിട്ടില്ല. അതാണ് ആ വാക്കുകൾ. അതാണ് അത് അങ്ങനെ ചിന്തിക്കുമല്ലോ. ചിന്തകന്മാരായ ആളുകളും തത്വങ്ങൾ പറയുന്ന കവികളും അറബികൾക്ക് പരിചിത. ഉമയ്യത്ത് ബിൻ അബി സൽസനെ പോലെയുള്ള ആളുകൾ, ആ ജാതി കുറെ കവികളുണ്ട്. തത്വങ്ങളാണ്, വെളിച്ച വർത്തമാനങ്ങളൊന്നും പറയാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളും തത്വങ്ങളും പറഞ്ഞ കുറെ കവികളുണ്ട് അറബിയിൽ. ആ സ്റ്റാൻഡേർഡിലേക്ക് പോലും ഖുർആന്റെ വാക്കുകൾ എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും എന്താ എന്തൊക്കെ വർത്താനം, ഉമയ്യ പറഞ്ഞ കവിതക്കൊക്കൂലല്ലോ. പക്ഷെ ഈ വാക്കുകളിൽ ഇങ്ങനെ മനുഷ്യരൊന്നായിട്ട് വിലയിരുത്തിയിട്ടുള്ള ഈ ഖുർആന്റെ ഇത്തരം കുറെ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ അത് ആ കാലത്ത് മാത്രമല്ല എക്കാലത്ത് പറഞ്ഞാലും ശരിയാവുന്ന കുറെ വിലയിരുത്തലുകൾ. അത് പറയുമ്പോഴാണ് ഇതെന്താണ് പറയാത്തതാണല്ലോ, അതൊന്നും തെറ്റുന്നുമില്ലല്ലോ. വളരെ സൂക്ഷ്മമായിട്ടാണല്ലോ പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഖുർആൻ ഹിജറക്ക് മുമ്പ് ഇറങ്ങിയ വചനങ്ങളിൽ തന്നെ ഈ ആയത്തുകൾ ഉൾക്കൊള്ളിക്കാൻ കാരണം. ശേഷം തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കാരണം. അപ്പോ മനുഷ്യരൊക്കെ സമ്പത്തിനോട് വളരെ താല്പര്യമുള്ളവരാണ്. ഖുർആൻ അത് സമ്പത്തിനെ പറ്റി വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. സമ്പത്ത് ഒരിക്കലും മനുഷ്യന് എടുക്കാൻ പറ്റാത്തൊരു കാര്യം, അല്ലെങ്കിൽ ജീവിതത്തിലൊക്കെ ഒഴിവാക്കി ജീവിക്കേണ്ട ഒരു സംഗതിയാണ് എന്ന അർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അങ്ങനത്തെ സംസാരം ഇതിന്റെ ഉണ്ടായില്ല. മാത്രമല്ല നമ്മുടെ ഇസ്ലാമിക ശരീഅത്തിന്റെ ഒരു പ്രത്യേകത തന്നെ സാമ്പത്തികമായ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്രിസ്ത്യാനിസത്തിന്റെ ഒരു പോരായ്മ തന്നെ അതൊരു സാമ്പത്തികമായ വിഷയങ്ങളെ പറ്റി കാര്യമായ ചർച്ച നടക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പൊതുവായ എന്തെങ്കിലും ഒന്നോ രണ്ടോ വചനങ്ങൾ അള്ളാഹുവിന്റെ കലാം എന്ന നിലക്ക് ബൈബിളിലില്ല എന്ന നിലക്കല്ല പറയുന്നത്. ഒരു വിശദമായ വിശദീകരണമോ വിലയിരുത്തലുകളോ നിയമങ്ങളെ കുറിച്ചുള്ള വിശദീകരണങ്ങളോ നൽകാൻ ഈസാ നബി അലൈഹി ഇസ്ലാമിന് സാധിച്ചിട്ടില്ല, അവസരം ഉണ്ടായിട്ടില്ല. പിന്നൊരു പോരായ്മയുള്ളത് വൈവാഹിക ജീവിത രംഗത്തെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ക്രിസ്ത്യൻ മതത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്, ക്രിസ്ത്യാനിറ്റിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത്. അത് ഈസാ നബിനെ മോശാക്കല്ല, ആ ശരീഅത്തിൽ അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, അന്ന് തീരുമാനിച്ചുകൊണ്ട് അത്രേ സംഭവിച്ചുള്ളൂ. അതുകൊണ്ട് ലോകാവസാനം വരെ നിലനിൽക്കാൻ പറ്റുന്ന ഒരു മതം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ശരീഅത്ത് എന്ന നിലയ്ക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പാഠങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. കാരണം വൈവാഹിക ജീവിതം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെപ്പറ്റി വിശദീകരണങ്ങളും മാർഗരേഖകളും നൽകാൻ സാധിക്കാത്തൊരു ശരീഅത്തിന് ലോകാവസാനം വരെ നിലനിൽക്കുന്നതിന് അർത്ഥമില്ല, അർഹതല്ല. സാമ്പത്തികം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഭാഗമാണ്. രാഷ്ട്രത്തിന്റെ, വ്യക്തിന്റെ, ആരുടെയും അതിനെപ്പറ്റി വ്യക്തമായ വിശദീകരണങ്ങൾ നൽകാൻ സാധിക്കാത്ത ഒരു ശരീഅത്ത്, ഒരു നിയമാവലി, അത് ലോകത്തൊന്നാകെ കാലാകാലം നിലനിൽക്കുന്ന പറ്റുന്നതാണെന്ന് പറഞ്ഞുകൂടാ. അതാണ് നമ്മുടെ ശരീഅത്തും ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴുള്ള വലിയ രണ്ട് പോരായ്മ. തമ്മിലതുണ്ട്, മറ്റേതില്ല. ബൈബിൾ പരിശോധിച്ചാൽ കാണാവുന്ന ഒരു സത്യമാണ്, അത്രേ ഉള്ളൂ. അപ്പോ സാമ്പത്തികമായ വിഷയങ്ങളെപ്പറ്റി വളരെ വിശദമായിട്ട് ഖുർആൻ പറയുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഖുർആൻ പറയുന്നത് മനുഷ്യരുടെ ഒരു പൊതു അവസ്ഥ ഈ കാര്യത്തിലൊരു സൂചിപ്പിക്കുകയായിരുന്നു. എന്നിട്ട് ആ ആശ നിലനിർത്തിക്കൊണ്ട് അത് നല്ല വഴിക്ക് തിരിച്ചുവിടുക മാത്രമാണ് ഖുർആൻ ചെയ്തത്. സമ്പത്തിനോടുള്ള ആശയെല്ലാം കൂടി മനുഷ്യനെ ഒഴിവാക്കിയിട്ട് ത്യാജിച്ച് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഈ സന്യാസിയായി
ജീവിക്കണമെന്നോ അല്ലെങ്കിൽ സൂഫിയാക്കളൊക്കെ പറയുന്ന മാതിരി എല്ലാം ത്യജിച്ച് എല്ലാം വെടിഞ്ഞ് ഒരു തരം പരിത്യാഗിയുടെ ജീവിതം നയിക്കണമെന്നൊന്നും ഖുർആനിലുമില്ല ഹദീസിലുമില്ല. സഹാബികൾ ആ നിലയ്ക്ക് ജീവിച്ചിട്ടുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ കോടീശ്വരന്മാരായ ആൾക്കാരുണ്ട്. പക്ഷെ അവരോടൊക്കെ നബി കാണുമ്പോൾ പറയാനുള്ള അവസ്ഥയത് ഈ ഏർപ്പാട് നിർത്തണമെന്നല്ല, നമുക്ക് ബിസിനസ്സാണ് ഇപ്പൊ പണിയില്ലേ നിർത്തിക്കാളെ എന്നല്ല. നമ്മളങ്ങനെ ചെയ്യാറ്. ഒരു മനുഷ്യൻ കുറെ കാലം അധ്വാനിച്ച് പിന്നെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാരും കൂടി പറഞ്ഞവനാ ഏർപ്പാട് നിർത്തിക്കും, മജീദിനകത്ത്. ഒരു 60 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യൻ വീണ്ടും ഈ ബിസിനസിന്റെ കാര്യത്തിലൊക്കെ താല്പര്യനായി നടക്കുകയാണെങ്കിൽ പറയും അയാളെ ദുനിയാവിനോടുള്ള ആശ കണ്ടില്ലേ, ഈ മരിക്കാനായി എന്നിട്ട് അയാൾക്ക് നിർത്തിയില്ലല്ലോ. അബ്ദുറഹ്മാൻ നൗഫറുല്ലാഹിനെ പോലുള്ളവരൊക്കെ മരിക്കണവരെ ഇത് നിർത്തിയില്ലേ. നബിയുള്ള കാലത്ത് നിർത്തിയില്ല. തലമുറകൾക്ക് ജീവിക്കാൻ മാത്രമുള്ളത് സമ്പാദിച്ചിട്ട് അതിന് മുമ്പ് അബ്ദുറഹ്മാൻ നൗഫറുല്ലാഹിന് നബി അവരെ നിരുത്സാഹപ്പെടുത്തിയില്ല. നബി അവർ ചെയ്തെന്താ അറിയോ? അധ്വാനിച്ചോ, കൊടുക്കും ചെയ്തോ. ഈ ദീനിന് ഏത് അസ്ഥാനത്തിനാ പണം ആവശ്യമില്ലാത്ത? ലോകത്ത് പണത്തിന്റെ സഹായം ഇല്ലാതെ നിലനിന്ന ഒരു ആദർശം ഏതാ? പ്രചരിക്കണമെങ്കിൽ നിലനിൽക്കണതിന് പണം ആവശ്യമാണ്. നമ്മുടെ സമൂഹത്തിനത് ആവശ്യമാണ്. നമ്മളെന്താ ചെയ്ത് നമ്മളോട് ചെയ്യൂല, ചെയ്യുന്നവരോട് ചെയ്യാൻ സമ്മതിക്കൂല. എന്നിട്ട് ആകെ കൂടി മുരടിച്ച് കുറെ ഭാഗങ്ങൾ വിട്ടുകീർക്കുകയും ചെയ്യും. തീരെയില്ല. ഒരാളെ വലുതാൻ സമ്മതിക്കില്ലല്ലോ നമ്മളൊക്കെ. തീർച്ചയായും നമ്മളൊക്കെ തന്നെ ആലോചിച്ചു. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പാരമ്പര്യമായി ധനികനല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകാലം ധനികനായ ഒന്ന് മെച്ചപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരെല്ലാം കൂടി നിങ്ങളെ നേരെ തിരിയും. ഒപ്പം അങ്ങനെ ധനികനാൻ പറ്റുന്നത് നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ വിഷയമാണ്. എന്നിട്ട് ആകെ പിന്നോട്ട് തള്ളി എല്ലാവരും ഇങ്ങനെ ഒരു മീൻകച്ചവടക്കാരൻ ലെവലിൽ നിന്നാ സമാധാനമായി. അത് ശരാശരി കണക്കിൽ മോശമാക്കി പറഞ്ഞാലോ ഞാൻ. അങ്ങനെ ആ ഹോട്ടല് കച്ചവടം ഇങ്ങനെ കുറെ ജോലികൾ നമുക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. അതിൽ മാത്രം നിലനിന്നാൽ സമൂഹത്തിന് സന്തോഷമായി. നമ്മളും തന്നെ നമ്മളെ ചിന്തിക്കാറ് ഏതാണ്ടൊക്കെ ആയാൽ പിന്നെ നിർത്തലാണല്ലോ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ച് നിർക്കലാണല്ലോ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ഉണ്ടാക്കാൻ മെനക്കെടില്ല ഒരു വലപ്പം. അയ്യേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങള് സഹാബികൾ ആ കാര്യം ചെയ്തത് അവരുടെ പ്രവർത്തനം നോക്കിയാൽ വാരിക്കൂട്ടുന്ന ഇഷ്ടം പോലെ കഴിയുന്നിടത്തോളം അധ്വാനിച്ചുണ്ടാക്കി. ക്രിസ്ത്യാനികളെ നോക്കൂ നിങ്ങൾ. പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അധ്വാനിച്ചീരലാണല്ലോ, അധ്വാനിച്ചുണ്ടാക്കി അതിനൊപ്പിച്ചുള്ള പുരോഗമിച്ചിട്ടുള്ളവർക്ക് ഒരു കാര്യത്തിൽ. പക്ഷെ നമുക്ക് വരുന്ന വേറെ തിരക്കണം എന്താ? നമ്മൾ ഒന്നുകിൽ ആ ജാതി വഴിക്ക് പോകൂല, പോയാൽ പിന്നെ ഹറാമോ ഹലാലും നോക്കാതൊരു പോക്കുക. അതാ പിന്നെ എന്നാ അത് നോക്കിയാൽ പറ്റില്ല എന്നാ പിന്നെ തീരുമാനം. ഇത് രണ്ടിന്റെ ഇടയിൽ കൂടി ഹലാലും ഹറാമും നോക്കി പോയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ലോ. എത്ര ആൾക്കാരും ന്യായമായ എന്തെല്ലാം ബിസിനസ്സുകളുണ്ട് അനുവദനീയമായോ ചെയ്യാൻ പറ്റുന്നോ ആ വഴിക്ക് തിരിയില്ല. അപ്പൊ ഒരു ഹിബ്ബുൽ ഞാൻ പറയാൻ കാരണം ഈ ആയത്ത് കോതിയിട്ട് കണ്ടില്ലേ അള്ളാഹു പറയുന്നത് മനുഷ്യന് വല്ലാത്ത ഈ ആസക്തി ഉണ്ട്, അതുകൊണ്ട് ആ ആസക്തി നിർത്തണം. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ശവാണ്, നേടാൻ പോകുന്നവൻ പട്ടിയാണ്. സ്ഥിരമായൊരു പല്ലവിണ്ടുള്ള സാധാരണ നാടൻ വയലുകളിലെ അദ്ദുന്യാ ജീവത്തിനോ താലിബുഹ കൽബുൻ, അത് ഈ സൂഫിയാക്കളും ഒരു പറഞ്ഞുണ്ടാക്കിയ സൂഫിത്തിന്റെ ആൾക്കാർ തരീഖത്തിന്റെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥയാണ്. ഇസ്ലാമിൽ അതിന് യാതൊരു ഗതിയില്ല. അപ്പോ ആ ഒരു ചിന്താഗതിയല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ഉണ്ടാക്കുക, അധ്വാനിക്കുക, മരിക്കുവോളം അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക, കിട്ടാവുന്നിടത്തോളം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുക, അത് നല്ല മാർഗത്തിനും നല്ല കാര്യത്തിനും വേണ്ടി നീക്കി വെക്കുക. ഏറ്റവും ചുരുങ്ങിയതിന്റെ അനന്തരാവകാശികളെ യാചകന്മാരാക്കി വിടുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കി തീർക്കാനെങ്കിലും മെനക്കെടുക. അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താന്ന് ചോദിച്ചാല് ഇത് പ്രധാനമായി ഇവിടെ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഈ മഹാൻ ഈ അറബികളെ നിങ്ങളുടെ ഈ സാധാരണ നിലവാരത്തിലുള്ള ഒരു സാധാരണ അറബിയെ പോലെ കാണാതെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന ഈ വാക്കുകൾ നിങ്ങൾ വിലയിരുത്തൂ. ഇത് സാധാരണ ഒരു കവിയോ നിങ്ങളെ നാട്ടിൽ ഒരുത്തന് പറയുന്ന വാക്കുകളല്ല. ഇതൊക്കെ വളരെ ഉയർന്ന ഒരു തരം ചിന്തകളാണ്, മനുഷ്യ ചിന്തകൾക്ക് അതീതമായ ചില വചനങ്ങളാണ് ഇതൊക്കെ എന്ന് ബോധ്യപ്പെടുത്താൻ ഖുർആൻ ചില തത്വങ്ങൾ പറഞ്ഞു വെക്കണം. മനുഷ്യന് പൊതുവെ അങ്ങനെയാണ്. എന്നിട്ട് സമൂഹത്തിന് പരിശോധിച്ച് നോക്കൂ, ആർക്കാണ് ഇതില്ലാത്തത്? അത് ചെറിയ കുട്ടിയിൽ കാണും. എങ്ങനെ 5 പൈസ 50 പൈസയും കൊടുത്താൽ കുട്ടിക്ക് 50 പൈസയെ വേണ്ടി വരുള്ളൂ. കുട്ടി കഥയില്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നത്. കഥ കുറച്ചതിന് ശേഷം കുട്ടിയോട് 5 പൈസയാണ് 50 പൈസയാണെന്ന് വെച്ചാൽ കുട്ടി ഉപ്പാന്റെ മൊത്തത്തിൽ തന്നെ നോക്കിയിട്ട് പറയും 50 പൈസ. ഏത് കുട്ടിയാ പറയും എനിക്ക് 5 പൈസ മതി, ആവശ്യത്തിനുണ്ട്, എന്നാൽ ഈ കൊടുത്തോ എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറയും. 50-51 ആക്കാനല്ലേ കുട്ടിയുടെ മോഹം, നമ്മുടെ മോഹമല്ലേ? എന്നാ അത് നിൽക്കല്, എന്നാ തീരല്? വളരെ വയസ്സായിട്ട് മരിക്കാൻ കിടക്കുക ഒരു മനുഷ്യൻ നിൽക്കുക, നിങ്ങൾക്ക് ഞാനൊരു 100 റുപ്യ എന്ന് വെച്ചാൽ ഇപ്പൊ വേണ്ടാതറിയും. അത് പരീക്ഷിച്ച് നോക്കി, പെടാറിയ വലിയ അടങ്ങാറ് പിടിച്ച സമയത്ത് ഇനി വലിയ രോഗം പിടിച്ചെടുക്കുന്ന ആളാണെന്ന് കേട്ടെ, വലിയ വിഷമം പിടിച്ച ആളാട്ടെ, പൈസ കണ്ടാൽ കുറച്ച് സമാധാനം ഉണ്ടാവേ. അത് മനുഷ്യരുടെ അവസ്ഥയാണ്. പൈസ ഇല്ലെങ്കിൽ സോക്കട് വരുന്ന മനുഷ്യന്മാരില്ലേ? എന്നുവെച്ചാൽ ഈ അർത്ഥത്തിൽ
സാമ്പത്തികമായ കുറവ് അസുഖങ്ങൾക്ക് കാരണമാവുന്നു മനുഷ്യന്. അത് കണ്ടില്ല നിങ്ങള്? കാണും. എപ്പോന്നറിയോ? ഈ മാസം 20 ശേഷം ചില ആൾക്കാരെ സ്വഭാവം കണ്ടാൽ മതി. പോലെ ഈ 1-ാം തീയതി 2-ാം തീയതിക്ക് നീറ്റായിട്ട് പെരുമാറാൻ അറിയോ? സത്യമാണ്. ഇവിടെ അല്ല, അപ്പോഴത്തേക്കാളൊരു നാട്ടിൽ ബോധ്യപ്പെടുന്നത്. നാട്ടിൽ ശരിക്കും ബോധ്യപ്പെടലല്ലോ അത്. ചില ആളുകളോട് ചില കാര്യത്തിന് വേണ്ടി സംസാരിക്കുകയും കൂടി ആലോചിക്കുകയും ചെയ്താൽ വളരെ നല്ല പ്ലാനുകളും പദ്ധതികളും ബുദ്ധിയുള്ള മനുഷ്യന്മാര്. പക്ഷെ അവരോട് മാസം 20 ശേഷം സംസാരിച്ച ഈ ആദ്യം ഐഡിയ ഉണ്ടാവില്ല. ഇതിനൊക്കെ നടന്നിട്ടാണ് ഞാൻ ഇക്കോളത്തിലായത് എന്ന മട്ടിൽ അവിടെ ഉണ്ടാക്കും. 1-ാം തീയതി 2-ാം തീയതി നല്ല കാലത്താണെങ്കിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഓണക്കാലം നമ്മളെ നാട്ടിലില്ലേ, ഈ ബോണസ് ഉണ്ട്, പിന്നെ ഈ അഡ്വാൻസിന് തുടങ്ങി അത് ഒരു അവസ്ഥയാണ്. അത് വളരെ ബോധ്യപ്പെടും. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കോവർക്കേഴ്സിനെ പരിചയപ്പെടും, വളരെ ബോധ്യപ്പെടും. ഇപ്പൊ അവരോട് സംസാരിച്ചാൽ തരക്കേടില്ല ഈ ജാതി കാര്യങ്ങളെ പറ്റിയൊക്കെ. ആ ഹാലാണ് നമ്മളേറ്റ് എത്രത്തോളം ബന്ധപ്പെട്ടു നോക്കും നിങ്ങൾ. അപ്പൊ ഖുർആൻ പറഞ്ഞ ആ വാക്ക് ഒരു മക്കാർക്ക് മാത്രം, ഒരു കാലത്തിന് മാത്രം ബാധകമല്ല, എവിടെ പറഞ്ഞാലും ശരിയാ. വൈനഹൂര് ഹിബുൽ ഹൈറിലെ സ്ഥിതി. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രായമായി നിൽക്കുന്ന ഉമ്മാമാരില്ലേ, ഉമ്മമാർ, സ്ത്രീകള്, അവർ നിങ്ങൾ കാണാൻ പോയിട്ട് നിങ്ങൾ അവർക്ക് കുറെ വസ്ത്രങ്ങൾ കൊടുത്തു. എന്തിനാ മോനെ ഇതൊക്കെ എന്തിനാ മോനെ എന്ന് പറയില്ല. ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ വാങ്ങി വെക്കൂ. വസ്ത്രം നമ്മളൊരു വർഷം കൊണ്ടെടുത്തേ 40 ഇറക്കിയേ വെക്കുള്ളൂ. കാശ് കൊടുത്തു നോക്കൂ, അവർക്ക് ആ വലിയ വടിയൊന്നും ഉണ്ടാവില്ല, കാശിലുണ്ടാവും. എന്തൊരു മനസ്സമാധാനമാണല്ലോ. സത്യല്ലേ? സത്യതാണ്. അതുകൊണ്ട് തന്നെ അത് കയ്യിലുണ്ടാവുക എന്നതൊരു മനസ്സമാധാനം ഉണ്ടാവുന്നു. ഇവർക്ക് ഒന്നിന്റെ ആവശ്യമില്ല പൈസ ഉണ്ട്. ഇവരെല്ലാ കാര്യം റെഡി ആണെങ്കിൽ തന്നെ നിങ്ങൾ കാണാൻ പോയിട്ട് അവർക്കൊന്നും കൊടുക്കാതെ പോകുന്ന ആവശ്യമാണ്. ഇനി കൊടുത്ത ഒരു സമാധാനമാണ്. നന്ന കുട്ടിയിൽ കാണുന്ന സ്വഭാവം, വളരെ പ്രായമായവരിൽ കാണുന്ന സ്വഭാവം, അത് മനുഷ്യന്റെ സ്ഥിര സ്വഭാവം, പ്രകൃതി സ്വഭാവമാണ്. ഖുർആനും അത്രേ പറഞ്ഞുള്ളൂ. മനുഷ്യനെ നിന്ന് പിന്നെ വല്ലാത്ത ആശയുള്ളവരാവുന്നു. എന്നിട്ട് ഇനി ഖുർആൻ ചെയ്യാനുള്ള എന്താ അറിയോ? ആട്ടെ, ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ. നന്ദി കെട്ട് ദുനിയാവും മോഹിച്ച് നടക്കുന്ന മനുഷ്യ ഇവനെ നിയന്ത്രിക്കണമല്ലോ, ഇവനെ ചികിത്സിക്കണമല്ലോ. നന്ദി കേടുന്നോ അള്ളാഹിനോട് നന്ദി കാണിക്കുന്നവനായി ജീവിക്കണം. ഈ ദുനിയാവിയായ മോഹം മാത്രമായിട്ടുള്ളതിൽ നിന്ന് അവൻ അള്ളാഹിനെ പേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. എന്താ ചികിത്സ? ഒരു ചികിത്സയില്ല പരലോകം പറയില്ലാതെ. ഇതാ പവിത്ര മാഫിൽ കുബൂർ, ഖബറുകൾക്കുള്ളിലൊക്കെ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം. അപ്പോ ഖബറും പറഞ്ഞ് അതോടൊപ്പം ഖബറിന്റെ ശേഷം ഉയർത്തെഴുന്നേൽപ്പം പറഞ്ഞു. അപ്പൊ ഒരായത്തെ ഖുർആൻ പറഞ്ഞത് രണ്ടും കൂടി ഒപ്പിച്ചു. അപ്പൊ നിങ്ങള് ഖബർ എന്ന് പറഞ്ഞ വാക്ക് പൊതുവെ നാട്ടുകാർക്ക് പരിചയമാണല്ലോ. ഏത് ഭാഷക്കാരും ആ ഖബർ എന്നുള്ള വാക്ക് അങ്ങനെ പറഞ്ഞ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഖബറുകളിലുള്ളത് ഖബറിൽ പോണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ പറ്റി ഓർപ്പിച്ചു. ആ വാക്ക് തന്നെ ഖബറിന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരുന്നുണ്ട്. മാത്രമല്ല, ഞാൻ പ്രൊഫസർ മാഫിൽ ഖബൂർ എന്ന് പറഞ്ഞപ്പോഴോ ഖബറുകൾക്കുള്ളിൽ പുറത്തെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം, പുനരുദ്ധാനം, രണ്ടാമത്തെ ജീവിതത്തെ പറ്റിയും പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇതുകൊണ്ടൊക്കെ എന്താ ഉപകാരങ്ങളെ പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. നന്ദി കെട്ട് ജീവിച്ചിട്ട്, നന്ദി കെടുക്കുക എന്ന് പറഞ്ഞാൽ ചില മനുഷ്യന്മാരെ കണ്ടില്ല നിങ്ങൾ അത് നോക്കൂ. കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹിനെ പറ്റി പറയാനും പള്ളിനെ പറ്റി ചിന്തിക്കാനും സൽക്കർമ്മങ്ങളെ പറ്റി പറയാനും അയാൾ വളരെ പ്രവർത്തനമായിരുന്നു. അന്നൊക്കെ അയാൾ സാധുക്കളെ പറ്റിയൊക്കെ ബോധമുണ്ടായിരുന്നു മനുഷ്യൻ. എന്നിട്ട് അയാൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുകയും സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്തപ്പോ സകലം മറന്നൊരു മനുഷ്യനെ കാണുന്നത് ദേഷ്യപ്പെട്ട് നടക്കുന്ന ആൾക്കാരില്ലേ, എല്ലാം മറന്നിട്ട് ഇഷ്ടം പോലെ കാണാതെ ആളുകൾ, എല്ലാം മറന്ന ആൾക്കാർ, അവരുടെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും മറന്ന് അള്ളാഹു അവർക്ക് ചെയ്ത് തന്നെടുത്ത അനുഗ്രഹങ്ങളും മറന്നിട്ട് ഔസത്യത്തിന്റെ വാക്കുകൾ പറയുന്നത് പരിഹസിക്കും. അവർ പള്ളിയെ പരിഹസിക്കും, പൊതുവായ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെ പരിഹസിക്കും. അവരെ വെക്കാനെങ്ങാനും വല്ല ആവശ്യം പറഞ്ഞ് ചെന്നാൽ ആ ചെന്നോം കൊടുക്കും. അവിടെ വിടൂല്ല, ഒന്നും കൊടുക്കൂല്ല. ഇട്ട് പരിഹസിച്ച് ആകെ കൂടി താളം തെറ്റിക്കും. അവന്റെ കൂട്ടാളികളായ ആൾക്കാരെ മുന്നിൽ എടുത്ത് പരിഹസിക്കുകയും അങ്ങനത്തെ ആൾക്കാരല്ലേ ഉണ്ട്. ആ ജാതി ആൾക്കാർക്കൊക്കെ പകരം കൊടുക്കായി വരലവും അല്ലാതെ വേറെന്താ ഉള്ളത്? അതാ ഖുർആൻ പറഞ്ഞത്. കാക്ക നിങ്ങളൊക്കെ ഖബറിൽ പോണ്ട കാലല്ലേ, ഖബറിലെത്തുന്ന സമയല്ലേ, ആരുണ്ടാകുക കൂടെ? പിന്നെ വഹുസ്സില, അതിനുശേഷം ഖബറിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്തൊരു സാഹചര്യം വരാനില്ലേ? വഹുസ്സില, വെളിവാക്കപ്പെടുക. ഹുസ്സില, വെളിച്ചത്ത് കൊണ്ടുവരിക, വെളിവാക്കപ്പെടുക. മാഫി സുദൂർ, സുദൂർ മനസ്സുകളാണ്. മനസ്സുകളിലുള്ളത് വെളിവാക്കപ്പെടുകയും ചെയ്ത സാഹചര്യം. മനസ്സിലുള്ളത് വെളിവാക്കപ്പെടുക എന്നാണ് പരലോകത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞ വാക്ക്. ബാഹ്യായതല്ല. അവിടെ വിചാരണയെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് വിചാരണ? മാഫി സുദൂർ, മനസ്സിലുള്ളത് പിന്നെ പുറത്താക്കപ്പെടുകയും ചെയ്യാം. നമ്മളൊക്കെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ സന്ദർഭത്തിലുണ്ടായിരുന്ന നീയത്തുകൾ, ഉദ്ദേശങ്ങൾ,
അതിനാണ് അള്ളാഹു വിലയിരുത്തുന്നത്, അതിനാണ് അള്ളാഹു മാർക്ക് നൽകുന്നത്. നമസ്കരിച്ചില്ല പഠിത്തവനെന്ന് പറയുമ്പോ ആളെ കാണിക്കാനല്ലേ, ഇവിടെ കൂലില്ല. എന്റെ ദീനിന് വേണ്ടി ഞാൻ മരിച്ചില്ലേ എന്ന് ആൾക്കാർ പറയുമ്പോ എന്റെ ദീനിന് വേണ്ടിയല്ലല്ലോ, ആൾക്കാർ എന്നെ പറ്റി വലിയത് പറയാൻ വേണ്ടിയിട്ട്. അള്ളാഹു പൊതുവായ കാര്യത്തിന് വേണ്ടി ഞാൻ വല്ലാതെ അധ്വാനിച്ചുവല്ലോ, നീ ഒരു പൊതുപ്രവർത്തകനാണെന്ന് ആൾക്കാർ പറയാൻ വേണ്ടിയിട്ടല്ലേ. എല്ലാം അങ്ങനെ. അള്ളാഹു ഞാൻ വയത് പറഞ്ഞിരുന്നല്ലോ, അതൊരു വലിയ ആളാണ് ഈ ആൾക്കാർ പറയാൻ വേണ്ടിയുള്ള ദുരുദ്ദേശമായിരുന്നില്ലേ. എല്ലാം തീരുന്നു. അതാണ് മാഫി സുദൂർ. മനസ്സിലുള്ളതെന്താണ് അത് ഒരുമിച്ച് വിടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തെ കുറിച്ച് ഓർമ്മിക്കേണ്ടതില്ലേ എന്ന്. എന്നിട്ട് പരലോകത്തിൽ വിചാരണ വരുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നന്ദികേട് കാണിച്ച് ഔദത്യവും കാണിച്ച് കിബറും കാണിച്ചാല് അവസാനം അതിനെപ്പറ്റിയുള്ള വിചാരണ നടക്കുമെന്ന്. അത് ശരിക്കും അതിന്റെ കണക്കുകൾക്ക് വിചാരണ നടക്കുമ്പോ ഈ പരിഹസിക്കപ്പെട്ട ആൾക്കാരും ഈ നന്ദികേടിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്ന ആൾക്കാർക്കൊക്കെ സമാധാനം. ഇവൻ മുമ്പ് ഏതെങ്കിലും ഏറ്റേതെങ്കിലും ധനികന്റെയോ അല്ലെങ്കിൽ ഒരു ശക്തവാന്റെയോ കേസിലും ദ്രോഹത്തിലും പെട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാ ഇയാൾ ആ സ്ഥാനത്ത് വരുമ്പോ ഇയാൾ പഠിക്കലല്ലോ ചെയ്യുന്നത്, ഇയാൾ അതേ പണി വേറൊരു ചെയ്യുന്നത് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ഇതിങ്ങനെ ഒരു ചങ്ങലയായി നടക്കുന്നത് കാണാം. ചിലപ്പോ ചില പറമ്പിന്റെ ചില സ്വത്തിന്റെ ഒക്കെ കേസുകൾ നടക്കുന്നത് മുമ്പ് മറ്റവന്റെ ബാപ്പോട് നടന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കേസ് എടുത്തിരുന്നു, പിന്നെ ഓലൊക്കെ പൊടിഞ്ഞ് ഇവരായപ്പോ അങ്ങോട്ട് തിരിച്ചങ്ങോട്ടാക്കിയത്. എന്നിട്ടത് കുറെ കാലം കഴിഞ്ഞാൽ അങ്ങോട്ടാവുന്നു കാരണം ഇങ്ങനെ പോകുന്നു കാണുന്നത് ചങ്ങലയാണ്. പക്ഷെ പാഠം പഠിക്കലല്ലോ ചെയ്യാം. അപ്പൊ അതൊക്കെ അതിന്റെ കണക്കുകൾ തീർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ഓർപ്പിക്കാനേ നിവൃത്തിയുള്ളൂ. ഇന്ന റബ്ബഹും, അന്ന് അതിന് തെളിവുണ്ടാവുമോ, ഇന്ന റബ്ബഹും തീർച്ചയായും അവരുടെ രക്ഷകർത്താവ് അള്ളാഹു ബിഹിം അവരെ പറ്റി യൗമ ഇതിൻ അന്ന് ഖബീറുൻ തീർത്തും അറിയുന്നവനാണ്. ഖബീർ സൂക്ഷ്മമായി അറിയുന്നവൻ, നന്നായി അറിയുന്നവനാണ്. ആ മത്സരയിൽ ഇപ്പൊ അള്ളാഹു ഇത് വിചാരണ ചെയ്യുമ്പോൾ അതിന് ആർക്കാ വിവരം കിട്ടുക, ആരാ സാക്ഷികൾ ഉണ്ടാകാൻ? തോനാരും വേണ്ട. അള്ളാഹുവിന് അതിനെപ്പറ്റി ശരിക്കറിയാം, പൂർണ്ണമായി അറിയുന്ന അള്ളാഹു അതിനെപ്പറ്റി വിചാരണ ചെയ്യുകയും ചെയ്യും. ഈ നന്ദികേടിനെ പറ്റി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പറയട്ടെ. ഒരു 3 ആൾക്കാരെ അള്ളാഹു അവർക്ക് പരീക്ഷിക്കാൻ നിശ്ചയിച്ചല്ലോ. ഒരു വെള്ളപ്പാണ്ടുള്ള മനുഷ്യനെയും ഒരു തലയിൽ മുടിയൊന്നുമില്ലാതിരുന്ന ചേനത്തലയെന്നുള്ള സാധനം പറയില്ലേ, കഷണ്ടിക്കാരനായ ഒരാളെയും ഒരു കണ്ണ് കാണാത്ത മനുഷ്യനെയും പരീക്ഷിക്കാൻ തീരുമാനിച്ചു. മലക്കുകൾ ഇവരുടെ രീതിയിലേക്ക് പറഞ്ഞയച്ചു എന്നൊരു സംഭവം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത് പോയിട്ട് വെള്ളപ്പാണ്ടുള്ളവരെ സംസാരിച്ചു. എന്താണ് താങ്കളുടെ ഏറ്റവും വലിയ വിഷമം എന്നൊക്കെ ചോദിച്ചു. ഇതാണ് ഇപ്പൊ വലിയ വിഷമം എന്നൊക്കെ, സുഖമായി കിട്ടിയാൽ തിരക്കടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് അത് തടവിയപ്പോ സുഖമായി, മലക്ക് ഇങ്ങനെ തടവി കൊടുത്തപ്പോ സുഖമായി. ഹദീസാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗങ്ങൾ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോ ഒട്ടകാണെന്നോ ഇപ്പൊ പറഞ്ഞു. ഒരു ഒട്ടകത്തിനെ കൊടുത്ത് ബർക്കത്താവട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ പോയി. ഈ മുടിയില്ലാത്ത ഇയാളെടുത്ത് എന്നിട്ട് ഇതുപോലെ ചോദിച്ചപ്പോ അയാൾക്ക് ഇതാണ് വലിയ പ്രശ്നം, ഇതാണ്ട് ഒഴിഞ്ഞിട്ടിയാ ബാക്കിയോട് ബാക്കിയൊക്കെ ശുക്രാക്കിയിരുന്നു എന്ന് പറഞ്ഞു. ശരി, എന്നാ അത് പോക്കിത്തരാറുണ്ട്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ട്? കാലികളെ പറഞ്ഞു, മാടിനെ പറഞ്ഞു. ഒരു മാടിനെ കൊടുത്തു, പശു കാള പോലുള്ളതിന് ഈ പശുവിനെ കൊടുത്തു. അള്ളാഹ് ഹൈറാക്കട്ടെ എന്നും പറഞ്ഞു പോയി. അതങ്ങനെ അവിടുന്ന് പോയി. അന്ധനായ മനുഷ്യന്റെ ചെന്നപ്പോഴും ഇതുപോലെ തന്നെ സംസാരിച്ചു. എന്നിട്ട് അയാളുടെ കണ്ണ് ഇങ്ങനെ തടവി കൊടുത്തു. കണ്ണ് കാണുന്നു, എന്താ വേണമെന്ന് ആടുകളാണ് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോ ആടിനെ കൊടുത്തു. അങ്ങനെ പോയി. ഈ നൽകപ്പെട്ട ഈ ഒട്ടകവും ഈ മാടും ഈ ആടും ഒക്കെ എമ്പാടും വർദ്ധിക്കുകയും ഇവർ പോലും വലിയ സമ്പന്നന്മാരായി തീരുകയും ചെയ്തു. വർഷങ്ങൾ കൊണ്ട് കുറെ കാലങ്ങൾക്ക് ശേഷം അള്ളാഹു ഇവരെ വീണ്ടും പരീക്ഷിക്കാൻ തീരുമാനിക്കുകയും ആ മലക്കുകളെ തന്നെ മനുഷ്യന്റെ രൂപത്തിൽ വളരെ പരിതാപകരമായ സാധുക്കളുടെ വേഷത്തിൽ ഇവരരികിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ആദ്യം ഈ നാളെടുത്ത് ചെന്നിട്ട് ഞാനിങ്ങനെ വഴിയാത്രക്കാരനാണ്, വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, നാട്ടിലേക്ക് പോകാൻ വിഷമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സഹായിക്കണം. നാട്ടിലെത്താൻ കുറെ ഒട്ടകങ്ങളുണ്ടല്ലോ, ഒരൊട്ടകത്തിനെ ഒന്ന് സഹായിച്ചാൽ സൗകര്യമാണ് എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പൊ അയാള് എല്ലാം മറന്നിട്ട് ഒന്നും തരാൻ പറ്റില്ല, ഇവിടെ അങ്ങനെയല്ല, അങ്ങനെ പോണവർക്കൊക്കെ കൊടുക്കാനുള്ള എല്ലാം പ്രതികരിച്ചു. അപ്പൊ ഇയാള് വല്ല ചോദിച്ചു, അല്ല മുമ്പ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ, അസുഖമൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ നന്നായ ആളാന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ കാബിറെന്നാണ് പാരമ്പര്യമായിട്ട് കാരണവന്മാരായിട്ട് ഞങ്ങൾ വലിയ മുതലാളിമാരാണ്, ആരെ എന്നോട് ജാതിയൊക്കെ പറഞ്ഞ് എന്നെല്ലാം കൂടി മലക്കുകൾ പ്രതികരിച്ചു. മലക്കിന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ അത് അങ്ങനെ നിലനിർത്തട്ടെ, നുണാണെങ്കിൽ മുമ്പത്തെ അവസ്ഥയ്ക്ക് അള്ളാഹു മാറ്റുകയും ചെയ്യട്ടെ എന്ന് പറയുകയും അള്ളാഹുവിന് ശാപം ഇറങ്ങി അതെല്ലാം ആ കാലികളൊക്കെ നശിക്കുകയും ഇയാൾ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു എന്നാണ്. രണ്ടാമത്തെ ആവർത്തി എന്നപ്പോൾ ഇതുപോലെ തന്നെ കോലത്തിൽ പോയി ചോദിച്ചിട്ട് മാടിനെ ചോദിച്ചപ്പോൾ ഇയാൾ പ്രതികരണം തന്നെയാണ്, തരാൻ പറ്റൂല, നിങ്ങൾ മുമ്പ് ഇങ്ങനെ അസുഖമുള്ള ആളല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ എന്താ പറഞ്ഞു കാരണവന്മാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഇതേമാതിരി പ്രാർത്ഥിക്കുകയും നിർത്തുകയും ചെയ്തു. മൂന്നാമത്തെ മനുഷ്യനെടുത്ത് ചെന്നപ്പോ അയാൾ പറഞ്ഞു മറുപടി, ഇയാൾ അങ്ങോട്ട് പറയാണ് ചെയ്തിരുന്ന ഹദീസല്ലേ,
ഞാൻ മുമ്പ് കണ്ണ് കാണാത്തൊരു മനുഷ്യനായിരുന്നു, വളരെ കഷ്ടപ്പെട്ടു, നിങ്ങളെക്കാളും കഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരാളിന്റെ അടുത്ത് വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, എനിക്ക് എന്റെ കണ്ണിന് സുഖം കിട്ടി, ഒരു ആടിനും തന്ന അയാൾ പോയി. കണ്ട ആടൊക്കെ അതിന് ശേഷം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നോ എത്രയാണ് വേണ്ടതെങ്കിൽ അതിന് നിങ്ങൾക്ക് എടുക്കുക, ഇവിടെ ജീവിക്കുക, കൊണ്ടുപോവുക, എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം, ഇതൊക്കെ അള്ളാഹു നൽകിയതല്ലേ എന്ന് അയാൾ ഉത്തരം പറയുകയും ചെയ്തു എന്നും, മലക്ക് നിങ്ങൾ പറഞ്ഞത് സത്യമായതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഇനിയും വർധന ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നൊരു സംഭവം സഹാബികൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുത്തി നബി പറഞ്ഞു കൊടുത്തു. ഇത് ഉമ്മാമാരെ കഥ അല്ലല്ലോ നബി പറഞ്ഞുകൊണ്ട്, സ്വന്തപ്രകാരം ഉണ്ടാക്കി പറഞ്ഞ ആളല്ലല്ലോ, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇതിപ്പോ എന്താ സത്യത്തിൽ ഇതിലൂടെ നബി ചെയ്തെന്നറിയോ? മനുഷ്യന്റെ നന്ദി കേടിന്റെ യഥാർത്ഥ ചിത്രം കാണിക്കുക ചെയ്തു. യഥാർത്ഥ ചിത്രം ആ മനുഷ്യന്മാരെ പ്രതികരണം നോക്കി നിങ്ങൾ, അതാണ് അവിടെ ശ്രദ്ധിക്കാറുള്ളത്. ഞങ്ങൾ കാരണവന്മാരായിട്ട് ഇങ്ങനെയാണ്. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉമ്മാരും പെണ്ണുകളൊക്കെ പറയാം. പക്ഷെ മോശമായ കുടുംബത്തിലാണെങ്കിൽ തന്നെ പിന്നെ അവസാനം ഒരു ലേശം മെച്ചപ്പെട്ടാൽ അല്ലാതെ പറയലിതാ ഇത് നന്ദികേടെ കാണിക്കുള്ളൂ, പിന്നെ ആരും കണ്ടുകൂടാത്തൊരു സ്വഭാവം. അപ്പൊ ഇത് ഈ കനൂത്ത് മനുഷ്യൻ നന്ദികേട് കാണിക്കുകയും പൂർവ്വകാല അവസ്ഥകൾ മറക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു പൊതു അവസ്ഥയാണെന്നുള്ളത് ഖുർആൻ എടുത്ത് കാണിച്ചത് വിശദീകരിക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നമുക്ക് ചെയ്യാനുള്ളത് മൂന്നിലൊന്നൊക്കെ കഥയിലെത്തിച്ച് വിലയിരുത്തി നോക്കൂ. കുറച്ച് ആളുകളൊക്കെ ചിലപ്പോ ആ പഴയകാലം ഓർമ്മിക്കുന്നവർ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ നമുക്കും ഉണ്ടാവാറുണ്ടല്ലോ അവസ്ഥ. ചെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ അയാളത് ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങോട്ട് പറയാറുണ്ട് ചിലപ്പോഴൊക്കെ, മുമ്പ് ഇന്റെ വീട് ഇതേമാതിരിയൊക്കെ കത്തി എല്ലാം കൂടി ഇടങ്ങാറായിട്ട് അന്ന് ആരൊക്കെയോ പിടിച്ച് സഹായിക്കലും കൂടി ചെയ്തിട്ടുണ്ടായത്, ഇപ്പൊ അതുപോലത്തെ ഒരു അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിരുന്നില്ലേ, ശരി ഞാൻ സഹായിക്കാലോ എന്ന് തന്റെ പൂർവ്വകാല അവസ്ഥകളെ കുറിച്ച് ശരിക്കും ഓർമ്മിക്കുന്ന മനുഷ്യന്മാർ. ഇപ്പോഴടുത്ത് ഏതോ ഒരു കൂട്ടുകാരെ പറ്റി ഒരാളെ പറ്റി അറിയാമെന്നിടയാലോ, അയാളെ പഴയ തുണിങ്കുപോയൊക്കെ പൊഞ്ചിച്ചൊരു കഥ പണ്ട് നമ്മൾ കഥ കേട്ടിട്ടില്ലേ, ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി എങ്ങനെ കേട്ടു. അയാളെ പഴയ കാലത്ത് തുണിങ്കുപ്പോയൊക്കെ ഒരു പെട്ടിയിലാക്കി ശരിക്കും പോയി എന്തിനാന്ന് വെച്ചപ്പോ ഒന്നുമല്ല, അത് കാണുമ്പോഴാണ് എനിക്ക് ആ പഴയ കാലത്ത് ശരിക്കും ഓർമ്മ വരുള്ളൂ, മറ്റേ ഞാൻ സ്വഭാവം മാറിക്കാളും. ഇപ്പോ നമ്മളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, ആളെ പേര് ഞാൻ ഏതായാലും പറയില്ല, പക്ഷെ ഒരു യഥാർത്ഥ സംഭവം പറഞ്ഞാണ് എനിക്ക് എന്റെ ആ പഴയ കാല അവസ്ഥയെ പറ്റി മറവി സംഭവിക്കാതൊക്കെ ഞാൻ ചെയ്ത പണി എന്റെ അന്നത്തെ ആ ഇടങ്ങേറായ സമയത്തുള്ള കുറെ തുണിങ്ങുപ്പായും കണ്ണിക്കണ്ടൊക്കെ ഒരു പെട്ടിയുണ്ട്. ഇല്ലാക്കാതെ പറയല്ലേ, ഒരു ഇവിടെ കേട്ട് ഞാൻ അന്തപ്പെട്ടു പോയതാ, അത്ഭുതപ്പെട്ടു പോയി, വല്ലാത്തൊരു സാഹചര്യമാണ്. പിന്നെ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുകയും ചെയ്യാം. എനിക്ക് എടുത്തു നോക്കുമ്പോ എന്റെ ആ പഴയ ആ കഷ്ടപ്പാടിന്റെ കാലത്ത് എനിക്ക് ശരിക്കും ഓർമ്മ വരും. അപ്പൊ എനിക്ക് സത്യത്തില് മറ്റു വികാരങ്ങളും തോന്നിയാസങ്ങളും ചെയ്യണമെന്ന് തോന്നില്ലാതെ ഞാൻ മര്യാദയ്ക്ക് ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനത്തെ മനുഷ്യന്മാരും. അത് നമുക്ക് ഖുർആനിൽ പഠിക്കാനുള്ള അതാണ്. ഏത് ഈ സൂറത്തിൽ നിന്ന് പഠിക്കാനുള്ളത് അള്ളാഹു നമുക്ക് ചെയ്തത് അനുഗ്രഹങ്ങളുടെ കഴിഞ്ഞ കാലത്തും ഈ കാലത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയും നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയുമുള്ള കണക്കെടുപ്പ് മനസ്സിലുണ്ടാവുക. നമ്മൾ അള്ളാഹുവോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്തോളാം എന്നൊക്കെ നമ്മൾ നേർത്തിട്ട് അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ പറഞ്ഞ കോലങ്ങൾ അള്ളാഹു ഒരു അസുഖം വന്നാൽ നമ്മൾ പറയല്ലോ, പഠിച്ചാൽ ഈ സാധാരണ ഞാൻ പള്ളിക്ക് പോവല്ലേ, ഈ തലവേദന പഠിച്ചാൽ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ഈ തലവേദന ഉണ്ടെന്ന് മാറി കിട്ടിയാൽ ഇനി എല്ലാ വക്തിനും പള്ളി പോയിക്കോളൂ പഠിച്ചതെന്ന് അറിയും. തലവേദന പോകും, നമ്മൾ പള്ളി പോരുമില്ല. ഓരോ അസുഖം വരുമ്പോഴും ഉണ്ടാകുന്ന ആ വാക്കുകൾ അതാണ് പറഞ്ഞത്. അപ്പോ ആ നന്ദികേടിന്റെ സ്വഭാവം നിർത്തിയിട്ട് തിരിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഈ സൂറത്ത് പഠിപ്പിക്കുന്ന അതാണ്, പരലോകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഏറ്റവും ചുരുങ്ങിയത് ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ പോറ്റുന്ന കുതിരകൾ നിങ്ങളോട് കാണിക്കുന്നത് നന്ദിയെങ്കിലും മനുഷ്യ കുതിരയെപ്പോലെയെങ്കിലും നീ ഒന്നാവ്, ഈ വടക്കുതിരയെപ്പോലെയെങ്കിലും ഒന്നായിത്തീര് എന്ന് ഖുർആൻ അവസാനമായി ഈ സൂറത്തിൽ ആളുകളോട് പറയുകയും ചെയ്യും. അത്രയുള്ളൂ. അപ്പൊ എന്താണ് സൂറത്തുൽ ആദിയാത്തിന്റെ ഉള്ളടക്കം എന്ന് ചോദിച്ചാല് എന്താ അവസാനം കിട്ടുക? മനുഷ്യരെ പറ്റിയൊരു വിലയിരുത്തലാണ് ഇത്. മനുഷ്യൻ നന്ദി കെട്ടവനാണെന്നും ഇതാണെന്നും പറയുന്ന അത്ര തന്നെ കുതിരകൾക്ക് സത്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ കിതച്ചോടുന്ന കുതിരകൾ തന്നെയാണ് സത്യം, ഉരസിയിട്ട് തീ പറത്തുന്ന കുതിരകൾ തന്നെയാണ് സത്യം, പ്രഭാതത്തിൽ പോയി ആക്രമിക്കുന്ന കുതിരകൾ തന്നെയാണ് സത്യം, അവിടെ കൊടി പറത്തുന്ന ആ കുതിരകൾ തന്നെയാണ് സത്യം, ശത്രു സംഘത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കുതിരകൾ തന്നെയാണ് സത്യം. തീർച്ചയായും മനുഷ്യരൊക്കെ അവരുടെ രക്ഷകർത്താവിനോട് നന്ദി കെട്ടവരാകുന്നു. അവൻ തന്നെ അതിന് സാക്ഷിയാണ്. അവൻ ധനത്തിനോടുള്ള മോഹത്തിൽ വല്ലാതെ മോഹം കാണിക്കുന്നവനാണ്, താല്പര്യം കാണിക്കുന്നവനാണ്. ഖബറുകളിലുള്ളതൊക്കെ പുറത്തെടുക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് അവൻ അറിയുന്നില്ലേ? മനസ്സിലുള്ളതൊക്കെ വെളിച്ചത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അവൻ ഓർമ്മിക്കുന്നില്ലേ? അന്ന് നിങ്ങളുടെ രക്ഷിതാവ്, അവരുടെയൊക്കെ രക്ഷകർത്താവായ അള്ളാഹു നിങ്ങളെക്കുറിച്ചെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനായി അവിടെ ഉണ്ടാവും. അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യുകയും ചെയ്യുന്നു. ഓർമ്മിച്ച് ജീവിക്കുക. ഖുർആൻ അള്ളാഹുവിന്റെ
വാക്കുകളാണ്, ഒരു നബിയുടെ സ്വന്തം വചനങ്ങളല്ല എന്ന് സത്യത്തിൽ ഈ വാക്കുകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നു. കാരണം ഇങ്ങനെ ഒരു വിലയിരുത്തലും ചിന്തയും പറയാൻ സാധാരണ മനുഷ്യന്മാർക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. അപ്പോ ഖുർആന്റെ ആ ആശയം, ആ നിർദ്ദേശങ്ങളും തത്വങ്ങളും ഉൾക്കൊള്ളുക, അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നന്ദി വിട്ടവരായി ജീവിക്കാതെ അള്ളാഹിനോട് സാധിക്കുന്നിടത്തോളം നന്ദി ചെയ്ത് ജീവിക്കാൻ പടച്ചവനെ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യണം. തെറ്റുകളും പാപങ്ങളും പാളിച്ചകളും റബ്ബുൽ ആലമീനായ തമ്പുരാനെ നീ മാപ്പാക്കി തരണമേ.